ഭദ്രദീപം തെളിയിച്ച് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി സമാദരണീയനായ ഗോവ ഗവർണർ ബഹുമാന്യനായ ശ്രീധരൻപിള്ള സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഗോവ ഗവർണർ, സമാദരണീയനായ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാർ, വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ പുരസ്കാരം നൽകി ഇന്നിവിടെ ആദരിക്കുന്ന ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഈ ചടങ്ങിൻ്റെ മുഖ്യ അതിഥി ബഹുമാന്യനായ സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ, ശ്രീ R രാമചന്ദ്രൻ നായർ സാർ, അഡ്വക്കേറ്റ് K ചന്ദ്രിക, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ G രാജ്മോഹൻ, ശ്രീ കോട്ടുകാൽ കൃഷ്ണകുമാർ, ശ്രീ മണക്കാട് രാമചന്ദ്രൻ, ഇന്നിവിടെ ജീവകാരുണ്യ പുരസ്കാരം നൽകി ആദരിക്കുന്ന ശ്രീ N ബാലകൃഷ്ണ, ശ്രീ ആറ്റുകാൽ രാജേഷ്, ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ, മറ്റ് വിശിഷ്ട അതിഥികളെ, വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി കഴിഞ്ഞ 2 ദശകങ്ങളായി തലസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ്. ചെറുതും വലുതുമായ പല സാംസ്കാരിക ഇടപെടലുകളിലൂടെ തലസ്ഥാനത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഈ സംഘടന എല്ലാ വർഷവും ഒരു സാഹിത്യ പുരസ്കാരവും സംഗീത പുരസ്കാരവും നൽകുന്നു. ഇതിഹാസ തുല്യനായ ശ്രീ യശശരീരനായ വയലാർ രാമവർമ്മ എന്ന ആ പ്രതിഭയുടെ പേരിൽ നൽകുന്ന ഈ പുരസ്കാരം ഈ വർഷം നമ്മൾ നൽകുന്നത് നമ്മുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതും അതുപോലെ പുരസ്കാര സമർപ്പണം നടത്തുന്നതും നമുക്കേവർക്കും പ്രിയങ്കരനായ ശ്രീധരൻപിള്ള സാറാണ്. അക്ഷരങ്ങളുടെ ദേവി സരസ്വതിയാണെങ്കിൽ പുസ്തകങ്ങളുടെ ദേവൻ PS ശ്രീധരൻപിള്ള സാറാണ്. കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിൽ ഇത്രയേറെ എങ്ങനെ എഴുതും എന്ന് ചിന്തിച്ച് അത്ഭുതപ്പെടുന്നവർക്കുള്ള മറുവാക്കാണ് ശ്രീധരൻപിള്ള സാർ. അധികാരം ഒരായുധമാണ്, എന്നാൽ അതിനെ ഒരു തലോടലാക്കി മാറ്റുന്നതിൽ ലോകത്തിനാകെ മാതൃകയാണ് പ്രിയങ്കരനായ നമ്മുടെ ശ്രീധരൻപിള്ള സാർ. എളിമയും ലാളിത്യവും സ്നേഹവും സൗഹാർദ്ദവും അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയാണ്. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന
നമ്മുടെ ബഹുമാന്യനായ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാറിനെ ആദരപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേരാമെന്ന് ഏറ്റിട്ടുള്ള ബഹുമാന്യനായ സംസ്ഥാന ഭക്ഷ്യമന്ത്രി ശ്രീ GR അനിൽ, അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ഈ സംഘടനയുടെ സമാരാധ്യനായ പ്രസിഡൻറ്റ് G. രാജ്മോഹൻ സാറാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും നമ്മളോടൊപ്പം നിന്ന് അതിനെ വിജയമാക്കി തീർക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രാജ്മോഹൻ സാറിനെ ഈ ചടങ്ങിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ആമുഖം ആവശ്യമില്ലാത്ത വ്യക്തിയാണ് പ്രതിഭാധനായ R. രാമേന്ദ്രൻ നായർ സാർ. അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറിയും അതുപോലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ സ്ഥാപക വൈസ് ചാൻസലറും എഴുത്തുകാരനും വാഗ്മിയും അതോടൊപ്പം ഒരു സാംസ്കാരിക നായകനുമാണ്. ഇന്ന് ജോർജ് ഓണക്കൂർ സാറിനെ ഈ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്ത ജൂറി കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ R. രാമചന്ദ്രൻ നായർ സാറാണ്. അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അരനൂറ്റാണ്ടിലേറെയായി മനുഷ്യപക്ഷത്ത് ശക്തമായി നിലയുറപ്പിച്ചുകൊണ്ട് കഥയെഴുത്തിൻ്റെ കാവ്യാത്മകമായ കലാനുഭവം സൃഷ്ടിക്കുന്ന എഴുത്തുകാരനാണ് ഡോക്ടർ ജോർജ് ഓണക്കൂർ. ഇപ്പോഴും കേരളത്തിൻ്റെ സാംസ്കാരിക വേദികളെ പ്രകാശനിർഭരമാക്കുന്ന സമുജ്വല വ്യക്തിത്വമാണ് ഓണക്കൂർ സാറിൻ്റേത്. ഋതുഭേദങ്ങളുടെ ചിറകനക്കങ്ങൾ കൊണ്ട് കാലത്തിൻ്റെ ഹൃദയരാഗങ്ങൾ മാന്ത്രികമായ വാക്സ്പർശങ്ങളാക്കി ആസ്വാദക ലോകത്തെ വിസ്മയിപ്പിച്ച കഥാകാരനാണ് അദ്ദേഹം. ഈ വർഷത്തെ വയലാർ സാംസ്കാരിക വേദിയുടെ സാഹിത്യ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയങ്കരനായ എഴുത്തുകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ കോട്ടുകാൽ കൃഷ്ണകുമാർ എല്ലാ കാലവും നമ്മളോടൊപ്പം സഞ്ചരിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ശ്രീ N. ബാലകൃഷ്ണ, അദ്ദേഹം ഇവിടെ ജീവകാരുണ്യ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന വ്യക്തിയാണ്. He is from Bangalore. He is a leading businessman there. We are respectfully welcoming Sri N. Balakrishna to this function. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം നിൽക്കുന്ന ശ്രീ ആറ്റുകാൽ രാജേഷ്, അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഇതിന് ശേഷം ഗാനമേള നയിക്കുന്ന പിന്നണി ഗായകൻ ശ്രീ മണക്കാട് ഗോപൻ, അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ, അദ്ദേഹം ഈ ചടങ്ങിൻ്റെ നടത്തിപ്പുകാരനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ സെക്രട്ടറി ശ്രീ മണക്കാട് രാമചന്ദ്രൻ, അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഫൈസൽ ഖാൻ എത്തിയിട്ടില്ല. ഇവിടെ നമ്മുടെ ഈ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവരും നമ്മളോട് എല്ലാ കാലവും ഒരുപോലെ നിൽക്കുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ ചടങ്ങ് വിജയമാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. ജീവിതത്തിൻ്റെ ഓരോ തിരക്കിനിടയിലും ഇവിടെ വരികയും ഇതിൽ സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും, ഈ സദസ്സ്, ഈ ചടങ്ങ് വീക്ഷിക്കുന്ന എല്ലാവർക്കും, മാധ്യമപ്രവർത്തകർക്കും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ വർഷം വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി ഞങ്ങളൊരു വനിതാ സാംസ്കാരിക വേദി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായി നടക്കുന്നു എന്ന് ഉള്ളതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട്.
അതിൻ്റെ സെക്രട്ടറി ഇവിടെയുണ്ട്. മാഡത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാന്യനായ പ്രസിഡന്റ് രാജ്മോഹൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഗോവ ഗവർണർ സമാരാധ്യനായ ശ്രീ PS ശ്രീധരൻപിള്ള സാർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുതുല്യനായ ശ്രീരാമചന്ദ്രൻ നായർ സാർ, അതുപോലെ തന്നെ ഗുരുതുല്യനായ ശ്രീ ജോർജ് ഓണക്കൂർ സാർ, ശ്രീ കൃഷ്ണകുമാർ, ശ്രീ ബാലകൃഷ്ണ, ശ്രീ രാജേഷ്, ശ്രീ മണക്കാട് ഗോപൻ, ശ്രീ വത്സൻ നമ്പൂതിരി, പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ അധ്യക്ഷ പ്രസംഗമായിട്ടൊരു വലിയ പ്രസംഗം ചെയ്യാനുള്ള ഒരു വേദിയല്ല എന്നറിയാം. എന്താണെന്ന് വെച്ചാൽ ഗവർണർ അദ്ദേഹത്തിന് ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷന് പോകേണ്ടതുണ്ട്. അതുകൂടാതെ രാമചന്ദ്രൻ നായർ സാറിൻ്റെ പ്രഭാഷണമുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് അത് ചെറിയ ഒരു സമയമെടുത്തുകൊണ്ട് ഒന്ന് രണ്ട് കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇന്ന് ഒരു വളരെ ശ്രദ്ധേയമായ 2 അവാർഡുകളാണെന്ന് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ. ഒന്ന് ജോർജ് ഓണക്കൂർ സാറിന് നമ്മുടെ വയലാർ സാഹിത്യ പുരസ്കാരവും, രണ്ടാമത്തത് ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള ആദരസൂചകമായി ശ്രീ N. ബാലകൃഷ്ണ ഫ്രം ബാംഗ്ലൂർ അദ്ദേഹത്തിനുമാണ് കൊടുക്കുന്നത്. ശ്രീ ജോർജ് ഓണക്കൂർ സാറിനെ തിരുവനന്തപുരത്തിന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് ജീവിച്ചിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ഏറ്റവും ഉന്നതനായ, ഏറ്റവും മഹാനായ ഒരു വ്യക്തിത്വമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇന്ന് തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക വേദികളെ എപ്പോഴും ചൈതന്യവത്താക്കിക്കൊണ്ടിരിക്കുന്ന, എല്ലാ ശിഷ്യന്മാർക്കും വളരെയേറെ സ്നേഹവും വാത്സല്യവും കൊടുക്കുന്ന ശ്രീ ജോണക്കൂർ സാറിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതേസമയം ശ്രീ N. ബാലകൃഷ്ണ, he is a person who needs some introduction to this audience. I am talking in English because Balakrishna will also understand what I am telling. We have selected Mr. Balakrishna for this award after going through his enormous contribution in the field of charity, in the field of generosity, in the field of helping people, in the field of helping downtrodden people in various ways. We have known him for several years. I myself know him for several years. All through these years, he has made it a point that his main motto in life, even though he is a very, very famous builder in Bangalore, very strong businessman in Bangalore, his main motto is not to make money, but to help his fellow human beings. That is what he has been, that is the stuff he has been made of. So that is why we have selected him for this charity award. Moreover, he is a builder, but I very well remember when he first gave his card to me, his company's name really struck me. It was named as Prakriti Nest, his company's name. So that means even as a builder, he wants to do justice. He wants to behave properly to the nature which itself is God to us, for all of us. So we have known very, very prominent builders. They just don't care for environment. They just don't care for Prakriti. But Balakrishna is a separate breed. He cares for the nature. He cares for his fellow human beings. So these are 2 outstanding qualities which made us call him and honor him. None other than one of the finest person from Kerala. He is a governor. Above all,
He is Janagiya governor. I don't know where there is any other governor in India who can be called Janagiya governor. Our Janagiya governor. He has been a source of strength for us. For whatever function we have called him, he has made it a point to make all the way from Goa or northeastern states, wherever he is, he has taken time to come and bless us with his esteemed presence. So he is going to receive the award from P.S. Sridharampiള്ള sir. For that also, I acknowledge the respectful presence of Sridharampiள்ள sir. So this is what I would like to talk about, Balakrishna ji. I don't want to take much of the time now. I conclude this presidential address with these few words. Thank you all. Thank you, sir. 17ാമത് വയലാർ സാംസ്കാരികോത്സവത്തിൻ്റെ 3ാം നാളിൽ ഈ ദിവസത്തെ സാഹിത്യ പുരസ്കാരങ്ങൾ നൽകുകയാണ്. ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ. എഴുത്തുകാരനും സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ ഓണക്കൂർ സാറിനൊരാമുഖം ആവശ്യമേ ഇല്ല. ശക്തമായ നിലപാടുകളിലൂടെയും സാമൂഹിക വിഷയങ്ങളിലെ വ്യക്തമായ ഇടപെടലുകളിലൂടെയും അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്നും വേറിട്ട് നിൽക്കുന്നു. 2021 അദ്ദേഹത്തെ തേടി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എത്തുകയുണ്ടായി. അതിനു മുമ്പ് 2 തവണ കേരള സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സാഹിത്യരംഗത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്കായി സ്നേഹാദരപൂർവ്വം വയലാർ സാംസ്കാരിക വേദി ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിന് സമർപ്പിക്കുകയാണ്. ഈ പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കുവാനായി ആദരണീയ ഗവർണർ ശ്രീധരൻ സാറിനോട് അഭ്യർത്ഥിച്ചു കൊള്ളുകയാണ്. വയലാർ സാംസ്കാരികോത്സവം 2024 വയലാർ സാഹിത്യ പുരസ്കാരം ഡോക്ടർ ജോർജ് ഓണക്കൂർ. നല്ലൊരു കയ്യടി നൽകാം അദ്ദേഹത്തിന്. We are much fortunate to have a prominent businessman and philanthropist from Bangalore, Sri N. Balakrishna. സ്നേഹാദരപൂർവ്വം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു വയലാർ ജീവകാരുണ്യ പുരസ്കാരം. ഈ പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കുവാനായി ആദരണീയ ഗവർണർ ശ്രീ ശ്രീധരൻ പിള്ള സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വയലാർ സാംസ്കാരികോത്സവം 2024 വയലാർ ജീവകാരുണ്യ പുരസ്കാരം ശ്രീ എൻ ബാലകൃഷ്ണ. Please put your hands together to recognize this much awaited moment in the history of വയലാർ സാംസ്കാരിക വേദി. ഉദ്ഘാടന പ്രസംഗത്തിനായി ആദരണീയ ഗവർണറെ ക്ഷണിച്ചു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന നമുക്കെല്ലാം പ്രിയങ്കരനായ രാജ്മോഹൻ സാർ, ഇവിടെ അവാർഡ് ഏറ്റുവാങ്ങിയ നമ്മുടെ കേരള സാഹിത്യരംഗത്തെ ഏറ്റവും സീനിയറായി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ജോർജ് ഓണക്കൂർ സാർ, നമ്മുടെ കേരളത്തിന് പുറത്തു നിന്നും ഇവിടെ എത്തിയ നമ്മൾ തിരഞ്ഞെടുത്ത് ഏറ്റവും മികച്ച ജനസേവനത്തിനുള്ള അവാർഡ് സ്വീകരിക്കുന്ന ബാലകൃഷ്ണ, നമ്മുടെ എല്ലാം ഗുരുനാഥനായ ധാർമ്മിക കേരളത്തിൻ്റെ ശബ്ദം ശ്രീ ആർ രാമേന്ദ്രനാഥ് സാർ, മുൻ മേയർ ചന്ദ്രിക, സ്വാഗത പ്രഭാഷണം നടത്തിയ ഡോക്ടർ ശ്രീവത്സൻ നമ്പൂതിരി, ബഹുമാനപ്പെട്ട മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ, എൻ്റെ സുഹൃത്തു കൂടിയായ ഡോക്ടർ ഫൈസൽ ഖാൻ,
എൻ്റെ മറ്റൊരു സുഹൃത്തായ കോട്ടുകാൽ കൃഷ്ണകുമാർ, മണക്കാട് രാമചന്ദ്രൻ, മറ്റു വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഒരു ധന്യമായ ചടങ്ങാണിത്. ദിവസങ്ങളിലും നീണ്ടു നിൽക്കുന്ന വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന സാംസ്കാരിക ഉത്സവത്തിലെ സാഹിത്യ പുരസ്കാര സമ്മേളനം. ആ സമ്മേളനത്തിൽ ജോർജ് ഓണക്കൂർ സാറ് തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല, കേരളത്തിൽ പലപ്പോഴും നമ്മുടെ സായം സന്ധ്യകളിലെ സാഹിത്യ സാംസ്കാരിക സമ്മേളനങ്ങളിലെ നിത്യ ഹരിത നായകനായി എത്തുന്ന പല സ്ഥലത്തുമുണ്ട്. ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് ഞാൻ 31-ാം തീയതി എന്നെക്കുറിച്ചുള്ളൊരു പുസ്തകം 3 മണിക്ക് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് 31-ന് ഇറക്കുമ്പം അദ്ദേഹമാണ് അധ്യക്ഷൻ. അദ്ദേഹം ഞാനത് കൊടുത്തപ്പം ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് 31-ാം തീയതി ഞാനും അങ്ങോട്ട് തിരിച്ച് ചെയ്യും എന്നോട് പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെ സംഭാവനകളെക്കുറിച്ച് ഞാൻ തിരുവനന്തപുരത്തുകാരോടൊന്നും പറയേണ്ടതില്ല. എഴുത്തിൻ്റെ മേഖലയിൽ എല്ലാ തലത്തിലും സാമൂഹ്യ ജീവിതത്തിൻ്റെ സ്പന്ദനങ്ങളെ ഒപ്പിയെടുത്ത് സാഹിത്യത്തിൻ്റെ ഓരോ പ്രവണതകളെയും സംശീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്ന അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകൾ, ആ സംഭാവനകൾക്ക് വയലാറിൻ്റെ പേരിൽ നൽകുന്ന ഇന്നത്തെ ഈ അവാർഡ് തീർച്ചയായും കൂടുതൽ പ്രചോദനമാണ്. അദ്ദേഹത്തിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. CN ബാലകൃഷ്ണ അദ്ദേഹത്തെക്കുറിച്ച് രാജ്മോഹൻ സാർ ഇവിടെ വിശദീകരിച്ചു. നമുക്കെല്ലാം മനസ്സിലാകണമെന്നുള്ളത് കൊണ്ടാണ്, അദ്ദേഹത്തിന് മനസ്സിലാകേണ്ടതുകൊണ്ടാണ് അത് ഇംഗ്ലീഷിൽ അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് തുടർന്നും നമ്മുടെ കേരളത്തിനും ഈ സംഘടനയ്ക്കുമെല്ലാം അതിനോടൊപ്പം അദ്ദേഹം ഉണ്ടാവും, സേവനരംഗത്തുണ്ടാവുമെന്ന് തീർച്ചയായും ഞാൻ പ്രത്യാശിക്കുന്നു. അദ്ദേഹത്തെ അനുമോദിക്കാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. വയലാർ രാമചന്ദ്രനാർ സാറും ഓണക്കൂർ സാറും ഒക്കെ അതിനെപ്പറ്റി സംസാരിക്കുന്നൊരു മേഖലയിൽ അതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ ഞാൻ പോകുന്നത് ഉചിതമായിരിക്കില്ല എന്നെനിക്കറിയാം. ആ രംഗത്ത് ആധികാരികമായി പഠിച്ച് അതിനെക്കുറിച്ച് പറയാൻ പ്രാപ്തിയുള്ളവരാണ് ഇന്നിവിടെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളുമെന്ന് ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുകയുണ്ടായി. പക്ഷെ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാടിൻ്റെ പിന്നിട്ട വഴിത്താരയിൽ മന്വന്തരങ്ങളോടെ കടന്നു വന്ന നമ്മുടെ മഹാസംസ്കാരം, അതിൻ്റെ ഏത് സാഹിത്യ മേഖലയിലേക്ക് നോക്കിയാലും നമ്മുടെ പുരാണങ്ങൾ തൊട്ട് എല്ലാം പരിശോധിക്കുമ്പോൾ കാവ്യാത്മകമായിട്ടാണ് അവതരിപ്പിക്കാറുള്ളത്. ഒരുപക്ഷേ പ്രബന്ധങ്ങൾ പോലും, സീരിയസായ സബ്ജക്റ്റുകൾ പോലും കാവ്യാത്മകമായി അവതരിപ്പിക്കുന്ന ഒരു മഹാസംസ്കാരമാണ് നമ്മുടെ ഈ ഭാരതത്തിൻ്റെ ആർഷ സംസ്കൃതിയുടെ പൊരുൾ എന്ന് ഞാൻ കരുതുകയാണ്. കേരളവും അങ്ങനെ തന്നെയാണ്. പക്ഷെ കേരളത്തിൽ വയലാറിനും ONV, അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി, P. ഭാസ്കരൻ തുടങ്ങി സിനിമാ ഗാന മേഖലയോട് ബന്ധപ്പെട്ട് വന്നവർ ആ പൈതൃകത്വത്തെ അത് തികഞ്ഞ കവിത്വത്തിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ അവതരിപ്പിച്ചു വരുമ്പോൾ അതിലെ പങ്കാളികളാകുന്നവർ, അത് മനസ്സിലാക്കുന്നവർ തീർച്ചയായും സമൂഹത്തിലെ ഒരു ക്രിയേറ്റീവായ, സർഗാത്മകമായ അതിലൊക്കെ താല്പര്യപ്പെടുന്ന ആളുകളാണ്. ആ കവിതകളെയെല്ലാം അതുപോലെ ഉൾക്കൊള്ളാൻ നമ്മുടെ മലയാളി സമൂഹത്തിന് മൊത്തത്തിൽ സാധിക്കുന്നു എന്നുള്ളത് അതൊരു അക്കാഡമിക് തലത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. പക്ഷേ വയലാറിൻ്റെയും ONVയുടെയും B. ഭാസ്കരൻ്റെയും ഞാൻ ഈ 4 പേരുടെ പേരെടുത്ത് പ്രത്യേകം പറയാനുള്ള കാരണം അവരതിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു. വൃത്തനിബദ്ധമായ കവിതകൾ, ആ കവിതകളുടെ ചിട്ടവട്ടങ്ങൾ, ആ ചിട്ടവട്ടങ്ങൾക്കപ്പുറത്ത് അതിലേക്ക് മലയാളി സമൂഹത്തെ കൊണ്ടെത്തിച്ചതിൽ ഇവരുടെ പങ്ക്
ഏറ്റവും സുപ്രധാനമാണ് എന്ന് കരുതുന്ന ഒരു സാഹിത്യ വിദ്യാർത്ഥിയാണ് ഞാൻ. അപ്പം ആ നിലയ്ക്ക് അത് കൊണ്ടുവന്നപ്പോഴാണ് അതിന് ശേഷമുണ്ടായ ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റുകളും കൂടെ പരിശോധിക്കുമ്പോൾ ശരിയാണ്, സംഗീതത്തോട് ബന്ധപ്പെട്ട പാട്ടിനോട് ബന്ധപ്പെട്ട ഒന്നിനെയും നമ്മൾ അതിനെ ഇകഴ്ത്തിക്കാണേണ്ട ആവശ്യമില്ല. അതിനെല്ലാം അതിൻ്റേതായ തനിമകളുണ്ട്, അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. അതെല്ലാം തലമുറകൾക്ക് കൈമാറേണ്ടവരാണ് നമ്മൾ. പക്ഷേ ഇപ്പോൾ ഒരൊറ്റ കാര്യം ഞാൻ പറയാം. ഇപ്പം നമ്മുടെ കേരളത്തിൽ ചാനലുകളിലേക്ക് നോക്കിയാൽ സ്റ്റാർ സിംഗർ, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവേഴ്സിലുള്ള ടോപ്പ് സിംഗർ, ഇതൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ആളുകൾക്ക് ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ 6 വയസ്സ് 7 വയസ്സ് 8 വയസ്സുള്ള കുട്ടികൾ കഴിഞ്ഞ 2 കൊല്ലക്കാലമായി അതിൻ്റെ ഒരു സ്റ്റോക്കെടുപ്പ് നടത്തിയാൽ അവരിൽ ആരെങ്കിലും അങ്ങനെയുള്ള മത്സരങ്ങളിൽ 6 വയസ്സുള്ള കുട്ടി, 7 വയസ്സുള്ള കുട്ടി, 10 വയസ്സുള്ള കുട്ടി ഏതാണ്ട് 14 12 ഒക്കെ താഴെയാണ്. 99% അവർ ഇന്നും അവതരിപ്പിക്കുന്ന സിംഗർ എന്ന നിലയിൽ അവതരിപ്പിക്കുന്നത് വയലാറിൻ്റെയും ONVയുടെയും ശ്രീകുമാരൻ തമ്പിയെ പോലുള്ള ആളുകളുടെ, പി ഭാസ്കരനെ പോലുള്ളവരുടെ പഴയ പാട്ടുകളാണെന്ന് കരുതുമ്പോൾ ഇത് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മറ്റേനെ ഞാൻ മോശമാക്കുകയല്ല. സംഗീത ഉപകരണങ്ങൾക്കനുസരണമായി അതിൻ്റെ ഓരോ മെലഡികളും വരുന്ന അവസരത്തിൽ അതിനെ അങ്ങനെ ക്ലൈമാക്സിലേക്ക് എത്തിച്ചിട്ട് അതൊരു സംഗീത രൂപത്തിൽ അങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. അതിൻ്റെ മീനിങ് എന്താ? ഏതാ പുതിയ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. വേണം, ഓരോന്നിനെയും ഉൾക്കൊള്ളണം. പക്ഷേ അർത്ഥതലങ്ങൾ തേടി പോകേണ്ടതല്ലേ? അർത്ഥതലങ്ങളെപ്പറ്റി പറയുമ്പം വാക്കുകൾ ആയുധങ്ങളാണെന്ന് ചിലർ പറയാറുണ്ട്. വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ, അതൊരായുധമാണെന്ന് പറഞ്ഞ കാഴ്ചപ്പാടിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നു. പക്ഷെ ഇന്ന് വാക്കുകൾ ബോംബിനേക്കാൾ മാരകമാണെന്ന് ഒരു ADMൻ്റെ മരണം നമ്മോട് വിളിച്ചോരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ സമ്മേളിച്ചിട്ടുള്ളത്. അപ്പോൾ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം? വാക്കുകളെ സംബന്ധിച്ച്, കവിതകളെ സംബന്ധിച്ചൊക്കെ നമ്മുടെ പൂർവികർ അതിനടിത്തറയിട്ടപ്പോൾ ആ വാക്കുകളുടെ അർത്ഥതലങ്ങളെ മനുഷ്യ മനസ്സുകളിലേക്ക് കൊണ്ടെത്തിക്കുക, അതിന് വ്യാഖ്യാനവും ആഖ്യാനവും നൽകേണ്ടി വരുമ്പോൾ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുണ്ടാകണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. ഋഷിക്ക് കവിയാകാൻ ആകൂ എന്ന് പറഞ്ഞ, കവിഞ്ഞു കാണുന്നവനാണ് കവി എന്ന് പറഞ്ഞ ഒരു മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ വയലാറ് ഇതെല്ലാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകൾ കാലദേശങ്ങളെ അതിജീവിക്കുന്നു. ഞാൻ സിനിമയെ നമ്മുടെ ഏറ്റവും വലിയ ജനങ്ങൾക്ക് അറിയാവുന്ന മാധ്യമമാണ്. ടു കൺവേ എ മെസ്സേജ്, ടു കൺവേ സംതിങ്, ഇഫ് ഇറ്റ് ഈസ് ലിറ്ററലി ഓർ നോട്ട്, അതിനുപയോഗിക്കുന്ന ഭാഷയിലെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട്. ഇത് കണ്ടെത്തിയവരാണ് നമ്മുടെ പൂർവികർ. അതുകൊണ്ടാണ് ഇത്തരം മേഖലകളിൽ അതിൻ്റെ അടിത്തറ ഋഷിക്ക് കവിയാകാനാവൂ എന്ന് പറയുമ്പം ഏത് സങ്കല്പത്തിലാണ് ഇതിനെ കണ്ടിരുന്നത്? അതിനെ ജനങ്ങളിലെത്തിക്കാനുള്ള ശ്രമത്തിൽ ശരിയാണ്, പ്രണയമുണ്ട്, രാജകുടുംബങ്ങളിലെ പ്രണയം, അല്ലെങ്കിൽ ഈശ്വരതുല്യം നമ്മൾ കരുതുന്നവരുടെ പ്രണയമൊക്കെ സബ്ജക്റ്റാക്കിക്കൊണ്ട് നമ്മുടെ ഏത് കവിതകളിലേക്ക് പോയാലും അതെല്ലാം കാണാൻ സാധിക്കും. പക്ഷെ സാധാരണക്കാരായ ചുറ്റുപാടുമുള്ള ആളുകളുടെ അവരുടെയിലെ പ്രണയം, അവരുടെ സ്നേഹം, അവരുമായി ഇഴുകിച്ചേർന്ന് അവരുടെ ജീവിതം പ്രകൃതിയെയും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയ പുതിയ തലങ്ങൾ നൽകുമ്പോൾ അത് മനുഷ്യൻ്റെ മനസ്സിനെയാണ്, ഹൃദയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ നിലയിൽ മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒരു പക്ഷേ ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല.
പക്ഷെ ഞാൻ ഇന്ത്യയിലും ഒക്കെ ഉള്ള ഈ അടുത്ത കാലത്തെ പ്രവണതകൾ കാണുമ്പോഴാണ്. ഇപ്പോൾ സിനിമ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ ഓണക്കൂർ സാറിൻ്റെയും നമ്മുടെ ഇരിക്കുന്ന ആളുകളുടെ പഴയ തലമുറയിൽപ്പെട്ടവരുടെ എല്ലാം ചെറുപ്പത്തിൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം നായികാനായകന്മാരായ ആളുകളിൽ എത്ര പേരെ പുതിയ തലമുറക്കറിയാൻ സാധിക്കും? കാലദേശങ്ങളെ അതിജീവിക്കാൻ സാധിക്കുമോ? ഏറ്റവും വലിയ നടന് പോലും കാലദേശങ്ങളെ അതിജീവിക്കാൻ സാധിക്കുമോ? ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് ക്ഷണികമല്ല, ശാശ്വതത്വമുള്ള ഒന്നിലേക്ക് കവിതയുടെ മാർഗം, പാട്ടിൻ്റെ മാർഗം, ആ പാട്ടില്ലാതെ ശബ്ദഘോഷം കൊണ്ട് മാത്രം ആളുകളെ നയിക്കുന്നത് തെറ്റൊന്നുമില്ല. ആകാം, പാശ്ചാത്യ നാടുകൾ അതാ. അതിൻ്റെ അടിവേരുകളൊക്കെ തേടിപ്പോയാൽ ഇപ്പോൾ കാണുന്നത് നമ്മുടെ അമേരിക്കയിലെ ഏറ്റവും അത് അടിച്ചമർത്തപ്പെട്ട് കിടന്നിരുന്ന കാട്ടുജാതിക്കാരെ പോലെയുള്ള ആളുകളുടെ ഇടയിൽ, കറുത്ത വർഗ്ഗക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒന്നിനെയാണ് പാശ്ചാത്യ സംഗീതം ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാന മാനദണ്ഡത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് വേണ്ടതല്ല, പക്ഷെ അത് മാത്രമായി മാറിയാൽ വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കും? ഈ കാര്യം നമ്മൾ ആലോചിക്കാറുണ്ടോ? ഇവിടെ ജോർജ് ഉണക്കൂർ സാറും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കണ്ടേ? ഇപ്പം നമ്മുടെ എം എസ് സുബലക്ഷ്മി ഭാരതരത്ന അവാർഡ് കിട്ടി. ഐക്യരാഷ്ട്ര സംഘടനയിൽ 1966 തോന്നുന്നു ആദ്യത്തെ സംഗീതം അവരാണ് ആ നിലയ്ക്ക് ഔപചാരികമായി കിട്ടിയ ഒരു അവസരത്തിൽ പാടാൻ പോയത്. അവർ പാടിയ പാട്ട് ഇന്നും കാലത്തിൻ്റെ ലോകത്തിനുള്ള സംഭാവനയാണ്. എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടി അവരുടെ ഗുരുവായ ശങ്കരാചാര്യ സ്വാമികൾ, കാഞ്ചിയാണെന്ന് എൻ്റെ ഓർമ്മ, അദ്ദേഹം എഴുതിയത്, ആ എഴുതി കൊടുത്ത പാട്ട് അവിടെ ചെന്ന് പാടുമ്പോൾ അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ മെസ്സേജ് എന്താ? ആനോഭദ്ര കൃതവോ എന്ത വിശ്വന്തക, ലെറ്റ് നോബിൾ തോട്ട്സ് കം, വസുദൈവ കുടുംബകം. ലോകമൊരു തറവാടാണ്. ഞാൻ ഈ ലോകത്തിന് വേണ്ടി മുഴുവൻ ഇതാ പ്രണമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗത്തിൻ്റെ ഏറ്റവും ആകർഷണീയമായ വശം, അവിടെയുള്ള ഓഡിയൻസിനെ മുഴുവൻ വിരൽത്തുമ്പിലെടുത്ത് അമ്മാനമാടാൻ അദ്ദേഹത്തിന് സാധിച്ചത്. എല്ലാ വിശ്വാസങ്ങളെയും ഞാൻ മാനിക്കുന്നു, ആ വിശ്വാസങ്ങളെല്ലാം നന്മയ്ക്ക് വേണ്ടി, നന്മയുടെ അംശമുള്ളതാണ്, അതുകൊണ്ട് വിശ്വമാനവികതയാണ് എന്നർത്ഥം വരത്തക്കവണ്ണമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി G20 രാജ്യങ്ങളുടെ ഒരു കൊല്ലം മുമ്പ് അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യക്കൊരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞ 3 വാക്കുകൾ, ആ 3 വാക്കുകളും വസുദൈവ കുടുംബകത്തെ ബന്ധപ്പെടുത്തിയാണ്. അപ്പോൾ ഈ നിലയിലേക്കൊരു രാജ്യം ഉണർന്നു പോകുമ്പോൾ, നമ്മുടെ സംഗീതത്തിൻ്റെ മേഖലകളിലേക്ക് പോകുമ്പോൾ, ഒരനൂറ്റാണ്ട് മുമ്പുള്ള ആളുകളെ നമുക്ക് ഓർക്കാൻ, സിനിമയിലെ ഗ്ലാമർ താരങ്ങളെ ഓർക്കാൻ കഴിയാത്ത സമൂഹമായി നമ്മൾ മാറുന്നുവെങ്കിൽ, ഇതാ വയലാർ രാമവർമ്മ അദ്ദേഹത്തിൻ്റെ 40-50 കൊല്ലം മുമ്പ് എഴുതിയ പാട്ടുകളാണ് നിങ്ങൾക്ക് ഫ്ലവേഴ്സിലും ഒക്കെ 5-6 വയസ്സുള്ള കുട്ടികൾ അതിൻ്റെ അർത്ഥതലം മനസ്സിലാക്കിക്കൊണ്ട് അവർ അവിടെ ആവിഷ്കരിക്കുകയും അവിടെ അവതരിപ്പിക്കുകയും ആ അവതരണത്തിലൂടെ അതിൻ്റെ അർത്ഥതലങ്ങൾ അവർക്ക് വേണ്ടത്ര അറിഞ്ഞില്ലെങ്കിൽ പോലും അറിയാനുള്ള വ്യഗ്രത പ്രകടമാക്കിക്കൊണ്ടാണ് മാറുന്നത്. അപ്പം ഇതൊക്കെ ചിന്തിക്കേണ്ട ഒരവസരത്തിലാണ് വയലാറിൻ്റെ പ്രാധാന്യം. 100 കൊല്ലം കഴിഞ്ഞാലും വയലാറിൻ്റെ പാട്ടുകൾ ഉണ്ടാവും. 100 കൊല്ലം കഴിഞ്ഞാൽ എത്ര നമ്മളെ പുളകിതരാക്കുന്ന, ഇക്കിളിപ്പെടുത്തുന്നുള്ള വാക്ക് ഞാൻ പറയുന്നില്ല, നായകന്മാരും നായികമാരെയും നമ്മുടെ സമൂഹത്തിന് ഓർക്കാൻ സാധിക്കുമെന്നുള്ളത് ഞാൻ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു നടനോട് ഞങ്ങൾ ഒന്നിച്ച് ഒരു അരമണിക്കൂർ സംസാരിക്കേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സർ, അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നു, വേറൊരു വഴി പറഞ്ഞു തന്നു. അപ്പം ഞാൻ അതിന് വേറൊരു വ്യാഖ്യാനവും കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ സിനിമാ ലോകം ഉപജീവനമാണ്, നിങ്ങളുടെ ജീവനം. എന്നോട് പറഞ്ഞ് ഇന്ന കാര്യങ്ങളെന്ന് പറഞ്ഞ് ഞാൻ ആളുടെ പേര് പറയുന്നില്ല. തന്ത്രശാസ്ത്രത്തിൻ്റെ, ഭാരതീയ സംസ്കൃതിയുടെ
അടിവേരുകൾ തേടിയുള്ള യാത്ര അദ്ദേഹത്തിനുണ്ടെന്നുള്ള കാര്യം ഒരുപക്ഷെ ആർക്കും അറിയില്ലായിരുന്നു. എനിക്കദ്ദേഹം മനസ്സിലാക്കി തന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ എഴുതിയ, മകനും മകളും എഴുതിയ കവിതകൾ ഇംഗ്ലീഷിലുള്ളത് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തും കാട്ടിത്തന്നു. എല്ലാവരിലും അതാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ വിത്തിൻ എ ഹ്യൂമൻ ബീയിങ്. ഒരു അന്തർലീനമായ സർഗശക്തിയുടെ ബഹിർസ്ഫുരണമാണ്. ആ ബഹിർസ്ഫുരണമാണ് വിദ്യാഭ്യാസം എന്ന് പഠിപ്പിച്ച ഒരു നാട്ടിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ സ്വാഗതാർഹമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, MS സുബ്ബലക്ഷ്മി, ഞാൻ ചെന്നൈയിൽ പോയിരുന്നു. അവിടെ ചെന്നൈയിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ഞാനിത് പറഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞു, MS സുബ്ബലക്ഷ്മി സംഗീതത്തിൻ്റെ ഉപകരണം പഠിച്ച സ്ഥലം ഇതാണ്, ഭാരതീയ വിദ്യാഭവൻ്റെ ഹാള്. ഇതൊരു പരിപാടിക്ക് പോയി ഒരു മൂന്നാഴ്ച മുമ്പാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഗാനം, നമ്മുടെ സംഗീതം, ഈ സംഗീതത്തിന് നമ്മളെ ഏകീകരിക്കാൻ സാധിക്കും. MS സുബ്ബലക്ഷ്മി അവരുടെ സിനിമകൾ നായികയായി, വിജയശീലാളിതയായി 100 കണക്കിന് ദിവസങ്ങൾ മദ്രാസിലോടിയ സിനിമകൾ, ആ സിനിമകൾ കഴിഞ്ഞിട്ട് അതിന് മുമ്പല്ല, മുമ്പ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ശാസ്ത്രീയ സംഗീതത്തിലേക്ക്, കർണാടക മ്യൂസിക്കിലെ കിരീടം വെച്ചതോ വെക്കാത്തതോ ആയ രാജ്ഞിയായൊരു മാറിയില്ലേ? അതുകൊണ്ടല്ലേ പ്രോട്ടോക്കോളിലെ ഒന്നാമനായ ജവഹർലാൽ നെഹ്റുവിനെ 52-ലോ 53-ലോ ഡൽഹിയിൽ സംഗീത കച്ചേരിക്ക് വേണ്ടി ഒരു പോയ അവസരത്തിൽ നെഹ്റുവിനെ വിളിച്ചോ എന്നുള്ള സംശയമാണ്. ചിലർ എഴുതിയിരിക്കുന്നു, TGS ജോർജിൻ്റെ ഒക്കെ എഴുതിയ പുസ്തകത്തിൽ വിളിച്ചതായിട്ട് കാണുന്നില്ല. ചിലർ പറയുന്നത് വിളിച്ചിരുന്നു, കത്ത് അയച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അന്നത്തെ ഏറ്റവും നമ്മുടെ എല്ലാം മാനബിന്ദുവായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മഹാനായ ജവഹർലാൽ നെഹ്റു ആ സംഗീത കച്ചേരി തുടങ്ങുമ്പം ഫ്രണ്ട് റോയിലൂടെ വന്നിരുന്നു. എല്ലാവരും അമ്പരന്ന് പോയി, നെഹ്റുജി വന്നിരിക്കുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, വാട്ട് ഈസ് ദിസ്? നെഹ്റുജിയോട് വളരെ പത്രക്കാർ മറ്റുള്ളവരും ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ ഒരു ഉത്തരമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹു ആം ഐ ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് ക്യൂൻ ഓഫ് സോങ്സ്? സംഗീതത്തിൻ്റെ ഈ മഹാറാണിയുടെ മുമ്പിൽ ഹു ആം ഐ, ഞാൻ ആരാണ്? ഐ ആം എ മിയർ പ്രൈം മിനിസ്റ്റർ. ഞാൻ വെറും ഒരു കേവലം പ്രധാനമന്ത്രി മാത്രമാണ്. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിൽ നോക്കുമ്പോഴാണ് വയലാർ, ഹിസ് കോൺട്രിബ്യൂഷൻസ് ആർ ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് ഫോർ അവർ ജനറേഷൻസ്. നമ്മുടെ എൻ്റെ നിങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞാലും നമ്മുടെ ആളുകൾ, നമ്മുടെ കുട്ടികൾ, അവർ ഇപ്പം എന്തു ആയിക്കോട്ടെ, അവരിതൊക്കെ പാടും. ആ പാട്ടുകളാണ് ഞാൻ അതുകൊണ്ട് ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റായി അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെയും കവിതകളെയും എല്ലാം ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയാനിടയായത്. ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് രാജ്യം. സാംസ്കാരികമായി എല്ലാം സർവധർമ്മ സമഭാവം, എല്ലാം ധർമ്മങ്ങളാണ്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആപ്തവാക്യമായി എഴുതി വെച്ച കാര്യം ഞാൻ ഒരു 4 ദിവസം മുമ്പ് എൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ, പ്രകൃതിയെക്കുറിച്ചുള്ളതാണ്, മരങ്ങളെക്കുറിച്ചുള്ളതാണ്. അത് വായിച്ച ശേഷം ഇന്ത്യയുടെ സിറ്റിംഗ് സുപ്രീം കോടതി ജഡ്ജ്, ചീഫ് ജസ്റ്റിസ് അവിടേക്ക് വന്നു. അദ്ദേഹം അവിടെ പറഞ്ഞത്, ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ വലിയ വാർത്തയായിരുന്നു, മലയാളത്തിൽ അതിനൊന്നും സ്പേസ് ഇല്ലല്ലോ. ആരോ ഒരു ഫോട്ടോ കൊടുത്ത് എൻ്റെ ഫോട്ടോ എന്നെ തൃപ്തിപ്പെടുത്തി. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ടൈംസ് ഓഫ് ഇന്ത്യയുടെ 1-ാം പേജിൽ 6 കോളങ്ങളിലാണ്. ഹിന്ദുവിൽ അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. അദ്ദേഹം അവരൊക്കെ പറയുന്നത് എന്നെ പറ്റിയല്ല. എന്നിട്ട് അവസാനം പറഞ്ഞത്, എൻ്റെ ഈ പുസ്തകമൊക്കെ, ഇതുപോലുള്ള പുസ്തകങ്ങളൊക്കെ മറ്റു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. എന്നിട്ട് ഞങ്ങൾ നടന്നു പോകുമ്പോൾ അത് എന്നോട് പറഞ്ഞു, മിസ്റ്റർ ശ്രീധരൻപിള്ളേ, ഇത് ഈസിയാണ്, എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ അടിച്ചെടുക്കുക. എന്നിട്ട് 2 ദിവസത്തേക്ക് ഏതെങ്കിലും അധ്യാപകരോ സമയമുള്ള ആളുകൾ, ജ്ഞാനമുള്ള ആളുകൾ, അവരെ കൊണ്ട് ഇതെല്ലാം പരിശോധിപ്പിക്കുക, കറക്റ്റ് ചെയ്യുക. 3-ാം ദിവസം നിങ്ങൾക്ക് കർണാടക പുസ്തകമാക്കാം, മലയാളമാക്കാം എന്ന് പറയുകയുണ്ടായി. ഈ കാലത്തിൻ്റെ ഗതിപ്രവാഹത്തിൽ ഈ നിലയ്ക്കുള്ള മാറ്റമുണ്ടാവുമ്പോൾ ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം.
അതിൻ്റെ മുന്നണി പോരാളികളായി ഇന്നും നമ്മുടെ നെഞ്ചിലേറ്റി നടക്കേണ്ടവരിൽ അഗ്രഗണ്യനാണ് വയലാർ രാമവർമ്മ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്രശംസകനായിക്കൊണ്ട് ഞാൻ ഗുരുതുല്യരായി കരുതുന്ന ആളുകളാണ് എനിക്ക് ശേഷം പ്രസംഗിക്കാനുള്ള ആൾക്കാർ. പ്രത്യേകിച്ച് രാമേന്ദ്രനാഥ് സാറും അതുപോലെ തന്നെ ജോർജ് ഒടക്കൂർ സാറും എല്ലാം. പക്ഷേ ഇതിൻ്റെ സംഘാടകർ തന്നെ ഞാനിവിടെ വരുന്നു എന്നുള്ള വിവരം ഇവിടെ ഒരു ആശ്രമത്തിൽ അറിയിച്ചു. അപ്പോൾ അവരെന്നെ വിളിക്കുമ്പോൾ സ്വാമിമാരെ വിളിച്ച് പറയുമ്പോൾ എനിക്ക് മാറാം. എൻ്റെ ഒരു നേച്ചർ അതാണ്. നമ്മൾ ഈ ബഹുമാനിക്കുന്ന ആൾക്കാരെ ഇപ്പം രാമേന്ദ്രനാഥ് സാർ എന്നോട് വിളിച്ചൊരു പ്രോഗ്രാം പറയാം, എനിക്ക് പിന്നെ രണ്ടാമത് ആലോചിക്കില്ല, ഞാൻ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വരും. ഇതൊരു ഒരു 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 പ്രതിബദ്ധതയാണ്. അദ്ദേഹത്തെ ഞാനിവിടെ ആയിരുന്ന 2003 2006 ഒരു പാർട്ടിയുടെ അധ്യക്ഷനായിരിക്കുമ്പോൾ ഞാൻ പോയി ഉപദേശത്ത് ഇടുന്ന ആളായിരുന്നു. ഇവിടെ എനിക്കിപ്പോൾ ഇവിടെ പ്രസംഗം കേൾക്കാൻ പറ്റാതെ ഞാൻ പോകേണ്ടി വരുന്നതിൽ സംഘാടകരെ തന്നെ പഴിക്കുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല. ഒരു വ്യതിരിക്തത മാത്രം ഞാനിവിടെ പറഞ്ഞുകൊണ്ട് അവിടെ OB വിജയൻ അദ്ദേഹത്തിൻ്റെ പ്രതിമ ശാന്തിഗിരി ആശ്രമത്തിൽ അനാച്ഛാദനം ചെയ്യേണ്ട ബാധ്യത കൂടി, അതിനുള്ള ചുമതല, അതൊരു വലിയ ബഹുമതിയാണ്. ഞാൻ ഏറ്റെടുത്തു. ഇവിടുന്ന് ഒരു 40 മിനിറ്റെങ്കിലും വേണം അവിടെ എത്താൻ. അതുകൊണ്ട് ഗവർണർ ഇടയ്ക്കിറങ്ങിപ്പോകുന്നത് വോക്കൗട്ട് ശരിയല്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ജനങ്ങളാണ് സുപ്രീം. അപ്പം നിങ്ങളെന്നെ അനുവദിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. താങ്ക് യു സർ. സാഹിത്യത്തിനോടും സംഗീതത്തോടും അദ്ദേഹത്തിനുള്ള മറച്ചു നിറഞ്ഞ സ്നേഹം തന്നെയാണ് ഓരോ വാക്കിലും നമുക്ക് കാണാനായി സാധിച്ചത്. താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. ഈ പുരസ്കാരദാന സമ്മേളനത്തിന് ശേഷം ഈ വേദിയിൽ ഗാനസന്ധ്യയാണ് അരങ്ങേറുന്നത്. ഈ ഗാനസന്ധ്യ നയിക്കുന്ന പ്രശസ്ത സംഗീതജ്ഞൻ ശ്രീ മണക്കാട് ഗോപൻ സാറിനെ ശ്രീധരൻ സാർ ആദരിക്കുകയാണ് ഈ വേദിയിൽ. ഒപ്പം തന്നെ ഈ സംഗീത സന്ധ്യയിൽ പങ്കെടുക്കുന്ന ശ്രീമതി സരിത രാജീവിനെ, പ്രശസ്ത ഗായിക സരിത രാജീവിനെയും ഈ വേദിയിൽ ശ്രീധരൻ പിള്ള സാർ ആദരിക്കുകയാണ്. Thank you so much, sir, for your kind presence. Thank you, sir. അടുത്തതായി ഈ വേദിയിൽ വയലാർ അനുസ്മരണ പ്രഭാഷണമാണ്. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ തുടക്കകാലം മുതൽ നമുക്കൊപ്പം ഒരു മാർഗദർശിയായി കൂടെയുള്ള ആരാധ്യയായ മുൻ മേയർ ശ്രീമതി അഡ്വക്കേറ്റ് ചന്ദ്രിക മാമിനെ അനുസ്മരണ പ്രഭാഷണത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അല്ല, എനിക്കിവിടെ ഗുരുതുല്യരായ ഒരുപാട് പേര് സംസാരിക്കാനിരിക്കുന്നതിന് മുമ്പ് ഞാൻ സംസാരിക്കുന്നതിലുള്ളൊരു അനൗചിത്യം അവർ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുക. ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി ഡോക്ടർ ജി രാജ്മോഹൻ അവർകൾ, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീവത്സൻ നമ്പൂതിരി, ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നടത്തിയ ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള അവർകൾ, വയലാർ സംഗീത പുരസ്കാരം സമർപ്പിച്ച സംഗീത പുരസ്കാരം ഏറ്റുവാങ്ങിയ ഡോക്ടർ ജോർജ് ഓണക്കൂർ സർ, വയലാർ ജീവകാരുണ്യ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശ്രീ N ബാലകൃഷ്ണൻ അവർകൾ, മുഖ്യാതിഥിയായി എത്തുമെന്ന് അറിയിച്ചിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ, നിംസ് മെഡിസിറ്റിയുടെ MD ഡോക്ടർ ഫൈസൽ ഖാൻ അവർകൾ, ശ്രീ കോട്ടുകാൽ കൃഷ്ണകുമാർ മാനേജിംഗ് ട്രസ്റ്റി അഭിജിത്ത് ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ ശ്രീ മണക്കാട് രാമേന്ദ്രൻ,
മുഖ്യപ്രഭാഷണം നടത്തുന്ന നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ശ്രീ ആർ രാമേന്ദ്രൻ നായർ സാർ അവർ, പ്രിയമുള്ളവരെ, വയലാറിനെ അനുസ്മരിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഒരു പ്രദേശത്തെ സ്വന്തം പേരിനോട്, സ്വന്തം ആത്മാവിനോട് ചേർത്ത് വെച്ച മഹാകവി വയലാറെന്ന് കേട്ടാൽ വയലാർ രാമവർമ്മ എന്ന് മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് വരൂ. വേറെ ആരുടെയും പേര് വരില്ല. ഒരുപാട് സ്ഥലനാമങ്ങൾ ഒരുപാട് പേരുടെ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിലും ആ പേരുകളൊന്നും കേൾക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നാറില്ല. പക്ഷേ വയലാറെന്ന് കേട്ടാൽ വയലാർ രാമവർമ്മ മാത്രം. 1975 ഒക്ടോബർ മാസം 27-ാം തീയതി രക്തസാക്ഷി ദിനത്തിൽ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരെയും അദ്ദേഹത്തിൻ്റെ അനശ്വര ഗാനങ്ങളെയും നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ് അദ്ദേഹം നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി. വയലാർ രാഘവപ്പറമ്പിൽ രാമവർമ്മ എന്ന വയലാർ രാമവർമ്മ മലയാളത്തിൻ്റെ മഹാകവിയായി മാറിയത് നാം നെഞ്ചിലേറ്റിക്കഴിഞ്ഞു. ഒരുപക്ഷെ ഒരുപാട് പുരസ്കാരങ്ങളൊന്നും നേടിയ കവിയല്ല അദ്ദേഹം. 1969 അദ്ദേഹത്തിൻ്റെ സർഗസംഗീതത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ആ പുസ്തകത്തിന് ലഭിച്ചു. 61 അതിനുശേഷം 69 അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനങ്ങൾക്കാണ് പിന്നീട് അവാർഡ് ലഭിച്ചത്. 69-ലും 72-ലും 74-ലും 75-ലും ഒക്കെ സംസ്ഥാനത്തിൻ്റെ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നീട് 72 അച്ഛനും ബാപ്പയും എന്നുള്ള സിനിമയിൽ പ്രസിഡൻറ്റിൻ്റെ സ്വർണ്ണ മെഡൽ കിട്ടിയൊരു ഗാനമുണ്ട്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. കാലത്തിന് മുമ്പേ നടന്ന കവിയായിരുന്നു വയലാർ രാമവർമ്മ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ പറഞ്ഞതുപോലെ തൂലിക പടവാളാക്കിയ കവിയായിരുന്നു വയലാർ. അദ്ദേഹത്തിൻ്റെ ആയിഷ എന്ന ഖണ്ഡകാവ്യം ഞാൻ ഈ കാർത്തിക തിരുനാൾ തിയേറ്ററിൽ 1977 സാംബശിവൻ്റെ കഥാപ്രസംഗം കേൾക്കാൻ വന്നു. ഇവിടെ ആയിഷയായിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ടത് കേൾക്കുന്നത്. അതിനുശേഷമാണ് വയലാറിൻ്റെ ഖണ്ഡകാവ്യം ഞാൻ എടുത്ത് വായിക്കുന്നത്. രസത്തിലത് കേട്ട് ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. പുഞ്ചിരി അടരാത്ത മുഖവും തേനൂറുന്ന കൊഞ്ചലും മറക്കുമോ നിങ്ങളെന്നെ ഈശയെ തുടങ്ങിയപ്പം അദ്ദേഹം പറഞ്ഞു, വേദന തിങ്ങും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടെ ചീന്തിയെടുത്തതാണ് ഈ കഥ എന്ന് പറഞ്ഞാണ് സാംബശിവൻ അത് തുടങ്ങുന്നത്, കഥാപ്രസംഗം തുടങ്ങിയത്. നമുക്കറിയാം, ഒരു സമുദായത്തിൽ നിന്ന് അത്യാചാരത്തിനെതിരായി തൂലിക പടവാളാക്കി മാറ്റുകയായിരുന്നു ആയിഷ എന്ന ഖണ്ഡകാവ്യത്തിലൂടെ. ഖണ്ഡകാവ്യങ്ങൾ മാത്രമല്ല, കവിതാ സമാഹാരങ്ങൾ, നാടകഗാനങ്ങൾ. അദ്ദേഹം ആദ്യം ഗാനങ്ങൾ തുടങ്ങിയത് നാടകഗാനങ്ങളിൽ കൂടിയാണ്. അശ്വമേധം, കൂട്ടുകുടുംബം, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, അങ്ങനെ നിരവധി നാടകങ്ങളിൽ അദ്ദേഹം പാട്ടുകൾ എഴുതി. ചക്കരപ്പന്തലിൽ തെന്മഴ ചൊരിയും, അതൊക്കെ ഇപ്പോഴും കുട്ടികൾ, ഗവർണർ പറഞ്ഞതുപോലെ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെയൊക്കെ വേദിയിൽ കുട്ടികൾ വന്ന് പാടുന്ന പാട്ടുകളാണ്. പറന്ന് പറന്ന് പറന്നു ചെല്ലാൻ, അങ്ങനെ എത്ര പാട്ടുകൾ, ഞാനത് ഓർമ്മിപ്പിക്കുന്നില്ല. അതിനുശേഷം 1956 അദ്ദേഹം മലയാള ചലച്ചിത്ര ഗാനരംഗത്തേക്ക്, ഗാനങ്ങൾ എഴുതുന്നതിലേക്ക് 1956 മുതൽ 1975 അദ്ദേഹം മരിക്കുന്നതുവരെ 19 വർഷം. ആ 19 വർഷം കൊണ്ട് 3000-ലധികം സിനിമാ ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചത്. അതിലെത്ര നമുക്കിന്നും കേട്ടാലും മതിവരാത്ത ഗാനങ്ങളുണ്ട്. സാധാരണ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ മോഹങ്ങളും മോഹഭംഗങ്ങളുമുണ്ട്. വയലാറിൻ്റെ മനസ്സിലും മോഹങ്ങളും മോഹഭംഗങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. അദ്ദേഹം മരിക്കുന്നതിന് ഒരു 4 മാസം മുമ്പ് എഴുതിയ ഗാനമാണ് ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം. പാട്ടിൻ്റെ പാലാഴി തീർത്ത അദ്ദേഹം അതിൽ തെന്മഴ ചൊരിഞ്ഞുകൊണ്ട് അറിയാതെ ചോദിച്ചു പോയി, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടിയെന്ന്. ഇനിയും ഒരുപാട് ഗാനങ്ങൾ എഴുതാൻ ഉത്കടമായ ആവേശത്തോടെ, അതിലേറെ അഭിനിവേശത്തോടുകൂടി വയലാർ ചോദിച്ചു, ഈ മനോഹര തീരത്ത് എനിക്ക് ഇനിയൊരു ജന്മം കൂടി തരുമോ. നമ്മളും ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ ഭൂമിയിലല്ലാതെ വേറെ എവിടെയാണ് മാനസ സരസ്സുകളുള്ളത്, സ്വർണ്ണ മരാളങ്ങളുള്ളത്?
ഇന്ദ്രധനുസിൻ്റെ തൂവൽ കൊഴിയുന്നത് വേറെ എവിടെയാണ്? വേറെ എങ്ങുമില്ല, ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് ഈ മനോഹര തീരത്ത്, ഈ ഭൂമിയിൽ എനിക്ക് ഒന്നും കൂടി ജനിക്കാൻ കഴിയുമോ? ഇതുപോലെ ഇനിയും ഒരുപാട് ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിക്കാനായിട്ട് എനിക്ക് വീണ്ടും ഒരു പുനർജന്മം തരുമോ എന്ന് ചോദിച്ചു അദ്ദേഹം. കാരണം മരണം മണിമഞ്ചലുമായി വന്ന് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാം ഇനി അധികം ആയുസ്സില്ല എന്ന്. ഡോക്ടർമാർ വിധി എഴുതി കഴിഞ്ഞു. ആ സമയത്താണ് ഈ ഗാനം അദ്ദേഹം രചിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്ന ഒരു ഗാനം തന്നെയാണത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് മോഹങ്ങളും മോഹഭംഗങ്ങളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അദ്ദേഹം വിവാഹിത എന്ന ചിത്രത്തിൽ സുമംഗലി നീ ഓർമ്മിക്കുമോ എന്ന ഗാനം എഴുതിയത്. നമ്മളും അത് ഓർമ്മിക്കും. അതുപോലെ തന്നെ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ. ഇതൊക്കെ എത്ര കേട്ടാലും നമുക്ക് മതി വരത്തില്ല. ഇനിയിപ്പോൾ ശ്രീധരൻപിള്ള സാർ പറഞ്ഞതുപോലെ അടിയാർ സ്റ്റാർ സിംഗറിൻ്റെ വേദിയിൽ ഒരു കൊച്ചുകുട്ടി വന്ന് പാടുന്നത് ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഇന്ദുകലാമൗലി തൃക്കയ്യിൽ ഓമനിക്കും എന്ന് പറഞ്ഞൊരു പാട്ട്. ഞാനത് ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാണാനായിട്ട്. ഒരു മേഘനക്കുട്ടി വന്ന് പാടുന്നത്. ഇനിയും അങ്ങോട്ട് എത്രയോ കാലം, മലയാളി ഉള്ളിടത്തോളം കാലം, മലയാളക്കര ഉള്ളിടത്തോളം കാലം വയലാറുണ്ടാവും. വയലാറിന് മരണമില്ല. ഒരുപക്ഷെ പത്മപുരസ്കാരങ്ങളോ ഭാരതരത്നയോ ഒന്നും അദ്ദേഹത്തെ തേടിയെത്തിയില്ല. പക്ഷേ ഇതാണ് അദ്ദേഹത്തിൻ്റെ പുരസ്കാരം. കേരളം മുഴുവൻ പലയിടത്തു നിന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. എറണാകുളത്ത് ഒരു ഗ്രന്ഥശാലയുടെ ഈ ചരമ വാർഷികത്തിൻ്റെ ഒരു ഗാനസന്ധ്യ നടത്തുന്നു എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റിംഗ് ഞാൻ കണ്ടു. എല്ലായിടത്തും ജനങ്ങൾ പുരസ്കാരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുക. ഈ 7 ദിവസം നീണ്ടു നിൽക്കുന്ന വയലാർ സാംസ്കാരിക വേദിയുടെ ഈ ഉത്സവം എന്ന് പറയുന്നത് ഒരു പത്മ പുരസ്കാരം തന്നെയാണ്. അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല, ഒരു ഗവൺമെൻറ്റുകളും കൊടുത്തിട്ടില്ല, അത് ശരിയാ. പക്ഷെ ജനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ. ഇന്നും എന്നും എപ്പോഴും മലയാളി ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് ഇങ്ങനെ പുരസ്കാരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. കാരണം അദ്ദേഹം നമുക്ക് തന്ന ഗാനങ്ങൾ എത്ര കേട്ടാലും നമുക്ക് മതി വരത്തില്ല. കേട്ടാൽ മടുക്കാത്ത, അമ്പലപ്പുഴ പാൽപ്പായസമാണെങ്കിലും ഏറെ കുടിച്ചാൽ മടുക്കുമെന്ന് പറയും. പക്ഷേ വയലാറിൻ്റെ ഗാനങ്ങൾ എത്ര കേട്ടാലും നമുക്ക് മതി വരികയേയില്ല. അങ്ങനെ മതിയാവോളം, മതി വരുവോളം, അല്ലെങ്കിൽ എപ്പോഴും കേൾക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ മരണമില്ലാത്തവനാക്കി മാറ്റിയത്. ആ അനശ്വരനായ കവിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ കോടി കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. അടുത്തതായി മുഖ്യപ്രഭാഷണത്തിനാണ് ആദരണീയ മുൻ ചീഫ് സെക്രട്ടറി ശ്രീ ആർ രാമചന്ദ്രൻ നായർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവരുടെ, പ്രിയ സുഹൃത്ത് ശ്രീ ജോർജ് ഓണക്കൂർ അവരുടെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാർ, ഞാൻ സാധാരണ അടുത്ത കാലത്തായി പ്രഭാഷണങ്ങൾക്കൊന്നും പോകാറില്ല. പ്രായം വർദ്ധിച്ചതിൻ്റേതായ പല ശാരീരിക അവശതകളുമുണ്ട്. 86 വയസ്സാകാൻ പോകണം. മുമ്പ് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓടി നടന്ന് പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് പ്രസംഗം എന്നുള്ളത് ജന്മസിദ്ധമായിട്ട് എനിക്ക് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ശാരീരികമായ വൈഷമ്യങ്ങൾ കൊണ്ട് അധികം ഒരിടത്തും പോകാറില്ല. പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും വരണം എന്നെനിക്ക് തോന്നാൻ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന് ശ്രീ ജോർജ് ഓണക്കൂറിനോടുള്ള ഒരു സ്നേഹം, മറ്റൊന്ന് വയലാർ രാമവർമ്മയുമായി എനിക്കുണ്ടായിരുന്ന പരിചയവും സൗഹൃദവും, പിന്നെ ഈ പരിപാടി നടത്തുന്ന മണക്കാട് രാമേന്ദ്രൻ, ശ്രീവത്സൻ, മുക്കമ്പാട് രാധാകൃഷ്ണൻ, ശ്രീകുമാർ എന്നിവരോടൊക്കെയുള്ള ഒരു സ്നേഹബന്ധം. വയലാർ രാമവർമ്മയെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്, എന്നെക്കാൾ അദ്ദേഹത്തിന് 10 വയസ്സ് പ്രായം കൂടുതലുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു പ്രായവ്യത്യാസം ഉണ്ടെന്നുള്ള രീതിയിലല്ല അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. അത് എന്നോട് മാത്രമല്ല, എല്ലാവരോടും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ചേർത്തല
ദേവീക്ഷേത്രത്തിലൊരു സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ ഞാൻ പോയി. ഞാൻ പ്രസംഗം കഴിഞ്ഞ് ഇരുന്നു. അപ്പോൾ അവിടുന്ന് എനിക്ക് നേരെ തിരുവനന്തപുരത്തേക്ക് വരണം. അപ്പോൾ ഞാൻ പൊയ്ക്കോട്ടെ അനുവാദം ചോദിച്ചു. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. വയലാർ ആർമ ഓടി വന്ന് എൻ്റെ അടുക്ക പറഞ്ഞു, രാമേന്ദ്രൻ നായർ സ്വന്തം കാറിലല്ലേ പോകുന്നത്. എന്നെ വലിയ പരിചയമുള്ളവരെ സംസാരിക്കുന്നത് ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു അതെ ഞാൻ കാറിൽ. ഞാനും കൂടെ വരും. ഓ ശരി, അദ്ദേഹം തിരുവനന്തപുരത്തിന് വരികയാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ കൂടെ കാറിൽ കയറിയിരുന്നു. മെയിൻ റോഡിൽ വന്നിട്ട് അവിടുന്ന് എനിക്ക് വലത്തോട്ടാണ് തിരിയേണ്ടത് തിരുവനന്തപുരത്ത് വരാൻ. അദ്ദേഹം പറഞ്ഞു ഇടത്തോട്ട് പോട്ടെ. ഞാൻ പറഞ്ഞു ഇല്ല അങ്ങോട്ട് പോട്ടെ. ഓ ആരാ പറയുന്നത്? വയലാർ രാമവർമ്മ പ്രശസ്തനായ കവിയാണ്. ഊരിങ്ങ് തന്നാൽ ഊരിങ്ങ് കയ്യിൽ തന്നാൽ ഞാൻ കുറച്ച് വടക്കോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇനി വലത്തോട്ട് തിരിയണം. ഞാൻ ചോദിക്കുന്നില്ല എവിടേക്കാണെന്ന്. നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. എനിക്ക് വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം തന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയെയും ഭാര്യയെയും ഒക്കെ പരിചയപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കവിത, കല്യാണ സൗഗന്ധികം എന്നൊരു കവിത കാര്യമായിട്ട് എന്നെ ചൊല്ലിക്കേൽപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു പടർന്നു പിടിക്കുന്ന ഒരു തരം സൗഹൃദമുണ്ടല്ലോ, അത് ആരെയും പിടിച്ചു നിർത്തും. അതിനുശേഷം അനേക പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. അവസാനം കണ്ടത് 1975 മെയ് മാസത്തിൽ മദ്രാസിൽ വെച്ച് നടക്കുന്ന ഒരു വിവാഹ സ്ഥലത്ത് അദ്ദേഹവും അതിഥിയായിട്ടുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് കണ്ടത്. അന്ന് അദ്ദേഹത്തിന് 46 വയസ്സ് കഷ്ടിയാവുന്നതേ ഉള്ളൂ. ഇനി ഒരു 30 കൊല്ലമെങ്കിലും ജീവിച്ചിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പിന്നീട് 5 മാസത്തിനകം അദ്ദേഹത്തിൻ്റെ ചരമമാണ് ഞാൻ അറിയുന്നത്. ഇത്രയും മനുഷ്യരെ സ്നേഹിക്കാൻ സാധിക്കുന്ന മനുഷ്യൻ വളരെ വളരെ ചുരുക്കമാണ്. നമ്മൾ വയലാർ രാമവർമ്മ ONV കുറുപ്പിനെ ചേർത്ത് പറയും. സ്വഭാവം വളരെ വളരെ വിരുദ്ധമാണ്. ONV കുറുപ്പിനോട് അടുത്ത് പെരുമാറാൻ വലിയ പ്രയാസമാണ്. വയലാർ രാമവർമ്മയെ ഇഷ്ടപ്പെടാതിരിക്കാനും പ്രയാസമാണ്. അദ്ദേഹത്തിന് ലോകത്ത് ആര് നന്നായി വരുന്നത് കാണുന്ന വലിയ ഇഷ്ടമാണ്. മറ്റ് കവികളെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇത്രയും സന്തോഷമായിട്ട് അവരുടെ കവിതയെ ഉദ്ധരിക്കുകയും അതിനെ പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു കവിയെ ഞാൻ കണ്ടിട്ടില്ല. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ കിടക്കുകയാണ്. P. കുഞ്ഞിരാമൻ നായരുടെ കവിതയെപ്പറ്റി. രാമേന്ദ്രൻ നായർ അയാളെ കൊണ്ടല്ലാതെ എഴുതാൻ പറ്റുമോ? കിഴക്കേ നടവിട്ടെങ്ങും പോകാത്തൊരരയാൽ മരം ഇലക്കൈവിരലാൽ എണ്ണി നാമം ചൊല്ലുന്നൊരാപ്പകൽ. അപ്പോൾ ഗുരുവായൂരപ്പനോടുള്ള ഭക്തി കൊണ്ട് കിഴക്കേ നട നിന്ന് കുറേ നേരം തൊഴുതിട്ട് പോകുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ ആൽമരമാകട്ടെ എത്ര തൊഴുതിട്ട് ഇവിടുന്ന് പോകുന്നില്ല. കിഴക്കേ നടവിട്ട് എങ്ങും പോകാത്തൊരരയാൽ മരം ഇലക്കൈവിരലാൽ എണ്ണി നാമം ചൊല്ലുന്നൊരാപ്പകൽ. ഇതാ കുഞ്ഞിരാമൻ നായരെ കൊണ്ടല്ലാതെ എഴുതാൻ പറ്റുമോ? ഇത് വയലാറാമ എന്നോട് ചോദിച്ചാൽ. അപ്പം മറ്റ് കവികളെ പ്രശംസിക്കുന്നതിനും അവരുടെ കവിതയെ പ്രശംസിക്കുന്നതിനും ഒന്നും യാതൊരു മടിയുമില്ലാത്ത സ്നേഹസമ്പന്നനായൊരു, അദ്ദേഹത്തിന് ചില ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്കുള്ള വളരെ സൗഹൃദം നിറഞ്ഞ, സൗമനസ്യം നിറഞ്ഞ, ശുദ്ധമായ ഒരു മനസ്സുള്ള വ്യക്തിയായിരുന്നു. 46-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത് വലിയ വലിയ ഒരു നഷ്ടമായിട്ട് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ചും. കാരണം അവസാനത്തെ ഒരു 8-10 കൊല്ലക്കാലം അദ്ദേഹം എനിക്ക് വ്യക്തിപരമായി നൽകിയിട്ടുള്ള സ്നേഹം അത്ര വലുതാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ പരിചയപ്പെടുന്ന ദിവസം തന്നെ നേരെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ സൽക്കരിച്ച്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സമീപനം. വയലാർ രാമവർമ്മയെക്കുറിച്ചുള്ള എൻ്റെ സ്മരണകൾ ഞാൻ ഇതിൽ കൂടുതൽ ഇവിടെ ദീർഘിപ്പിക്കുന്നില്ല. ശ്രീ ജോർജ് ഓണക്കൂർ, ഞാൻ ആദ്യമായിട്ടൊരു ജോലി പ്രവേശിച്ച കോളേജിലാണ് ദീർഘകാലം പ്രവർത്തിച്ചത്. ഞാനവിടെ അല്പകാലമേ ഇരുന്നുള്ളൂ. പെട്ടെന്ന്
സർക്കാർ ജോലി കിട്ടിയതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോയി. തിരുവനന്തപുരത്തെ മാർവാനസ് കോളേജിലാണ് ഞാൻ ഒരു 2-3 മാസം ജോലി ചെയ്തു. അത് സത്യം പറഞ്ഞാൽ ഞാൻ അക്കൊല്ലം യൂണിവേഴ്സിറ്റി ഫസ്റ്റായിട്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ MA എടുത്തു എന്നറിഞ്ഞിട്ട് കോളേജ് പ്രിൻസിപ്പൽ എന്നെ വിളിച്ച് വരുത്തിയാണ് ആ ജോലി തന്നത്. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ സർക്കാരിൽ അപേക്ഷ കൊടുക്കും. ശരി, സർക്കാരിൽ ജോലി കിട്ടിയാൽ പോകാം, പക്ഷേ ഞങ്ങളുടെ കോളേജ് വിട്ട് വേറെ പ്രൈവറ്റ് കോളേജിൽ പോകരുത്. ഞാൻ പറഞ്ഞു പോകില്ല, ഇവിടെ തന്നെ ആയിരിക്കും. പക്ഷേ എനിക്ക് 3 മാസത്തിനകം ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൽ ജോലി കിട്ടി. ഞാൻ അവിടെ പോവുകയും ചെയ്തു. ആ മാർവാനസ് കോളേജിലാണ് ഡോക്ടർ ജോർജ് ഓണക്കൂർ ദീർഘകാലം പ്രവർത്തിച്ചത്. അപ്പോൾ അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം. ഞങ്ങൾ തമ്മിലുള്ള മറ്റൊരു വലിയ സ്നേഹബന്ധം, ഞങ്ങൾ 2 പേരും അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു, PC ദേവസ്യ. അടുത്ത കാലത്ത് ഞങ്ങൾ 2 പേരും അദ്ദേഹത്തെക്കുറിച്ചൊരു സദസ്സിൽ സംസാരിക്കേണ്ടതായി. അപ്പോൾ ഓണക്കൂർ എന്നേക്കാൾ മുമ്പ് സംസാരിച്ചു. പറഞ്ഞു, ഋഷിതുല്യനായ വ്യക്തി, സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ. ഞാൻ അങ്ങനെയുള്ള വളരെ ചുരുക്കം ആളുകളെ പരിചയപ്പെട്ടിട്ടുള്ളൂ. അക്ഷരാർത്ഥത്തിൽ ഋഷിതുല്യനായൊരു വ്യക്തിയായിരുന്നു PC ദേവസ്യ സാർ. ആ PC ദേവസ്യ സാറിനോടുള്ള ഒരു സ്നേഹബന്ധവും ശിഷ്യത്വവുമാണ് ഞങ്ങൾ തമ്മിലുള്ള മറ്റൊരു വലിയ അടുപ്പം. ദേവസ്യ സാറിൻ്റെ തൊട്ടടുത്ത വീട്ടിലായിരുന്നു ഓണക്കൂറിൻ്റെ താമസം. ഓണക്കൂർ നമ്മുടെ സാഹിത്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനയുടെ വൈപുല്യത്തെപ്പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. എല്ലാ രംഗങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം നോവലുകളും കഥകളും എഴുതിയിട്ടുണ്ട്. ഒന്നാന്തരം സാഹിത്യ അധ്യാപകനായിരുന്നു. ഏത് രീതിയിലും നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ജോർജ് ഓണക്കൂർ. അദ്ദേഹത്തിന് ഇക്കൊല്ലത്തെ സാഹിത്യ പുരസ്കാരം നൽകാൻ നിങ്ങൾ തീരുമാനിച്ചത് അങ്ങേയറ്റം ഉചിതമായി എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. എന്നെ ആരാണ് സാംസ്കാരിക നായകൻ എന്ന് പറഞ്ഞതെന്ന് അറിഞ്ഞൂടാ. ശ്രീവത്സനാണോ? അത് പറഞ്ഞപ്പോൾ ഞാൻ തമാശയ്ക്ക് പറയുന്നതാണ് കേട്ടോ, പക്ഷേ പറയുന്നത് വളരെ സത്യമാണ്. ഞാൻ കൊല്ലം ജില്ലാ കളക്ടറായിരിക്കുമ്പോൾ 1967 പൊൻകുന്നം ദാമോദരൻ അവിടെ കയറി വന്നു, എന്നെ പരിചയപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം മരിക്കുന്നവരെ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. പക്ഷേ അന്ന് പരിചയപ്പെടുന്നേ ഉള്ളൂ. വന്നു, കണ്ടു, സംസാരിച്ചു. പൊൻകുന്നം ദാമോദരൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പച്ചപ്പനന്തത്തെ ഉന്നാരപ്പൂമൊട്ടെ പുന്നല്ലും പൂങ്കരളെ ഉച്ചയ്ക്ക് എൻ്റെ കൊച്ചുവാഴത്തൊപ്പിലൊന്നുവാ പൊന്നഴകെ എന്നുള്ള പാട്ടൊക്കെ രചിച്ച പൊൻകുന്നം ദാമോദരൻ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പല വിഷയങ്ങൾ, നല്ല സംഭാഷണ രസികനാണ് അദ്ദേഹം. തകഴി ശിവശങ്കരൻ പിള്ളയും, ഞാനത് പറയുന്നത് തെറ്റാണെങ്കിലും ക്ഷമിക്കണം, മുണ്ടശ്ശേരിയോടൊക്കെ ഇരുന്ന് മദ്യപിക്കുന്നതിനെ പറ്റി എന്നോട് പറഞ്ഞിട്ട് പറയാം, രാമേന്ദ്രൻ നായർ സാറേ, നമ്മുടെ ഈ സാംസ്കാരിക നായകന്മാരെ പോലെ സംസ്കാരമില്ലാത്തവന്മാരെ നാട്ടിലൊന്നുമില്ല. അവരുടെ മദ്യപാനത്തെ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത്. നമ്മുടെ സാംസ്കാരിക നായകന്മാരെ പോലെ സംസ്കാരമില്ലാത്തവർ വേറെ ഇല്ല. പെട്ടെന്ന് എന്നെ സാംസ്കാരിക നായകൻ എന്ന് വിളിച്ചവിടെ അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ മദ്യം കൈകൊണ്ട് തൊടാത്ത ആളാണ്. മദ്യപിക്കുകയില്ല, മത്സ്യമാംസങ്ങൾ കഴിക്കുകയില്ല, മുട്ട കഴിക്കുകയില്ല, പുകവലിക്കുകയില്ല, ഒന്നുമില്ലാത്ത ഒരു എന്താണ് അരസികനായ വ്യക്തിയാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിതം ആസ്വദിക്കുക എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതൊന്നുമില്ലാതെ ജീവിതം ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. ഇതൊന്നുമില്ല, മത്സ്യമാംസങ്ങളില്ല, മുട്ടയില്ല, ധൂമപാനമില്ല, മദ്യമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ സാംസ്കാരിക നായകനായിട്ടൊന്നും കരുതരുത്. ഞാൻ ആ വിഭാഗത്തിൽ പെടുന്ന ആളല്ല. എൻ്റെ പ്രിയ സുഹൃത്ത് ഓണക്കൂറും അതിലൊന്നും പെടുന്ന ആളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വയലാറിന് അതൊക്കെ ഉണ്ടായിരുന്നു കുറേശ്ശെ. അത് ഞാൻ തുറന്ന് പറയുകയാണ്.
അദ്ദേഹത്തിന് ചില ചെറിയ ന്യൂനതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തൊരു നല്ല മനസ്സാണ്. മറ്റൊരാൾക്കൊരു നന്മയുണ്ടാകുന്നത് കണ്ടാൽ അതിൽ ഇത്രയും സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഒരാളിൽ കാണുന്ന ഏറ്റവും വലിയ യോഗ്യത. അതാണ് മറ്റൊരുത്തൻ നന്മ വന്നാൽ സന്തോഷിക്കുക, മറ്റൊരുത്തനൊരു ദുഃഖം വന്നാൽ അതിൽ അനുതപിക്കുക. ആ സ്വഭാവമുള്ളവരാണ് ശ്രേഷ്ഠരായ ജീവികൾ. അതിൽ വയലാർ രാമവർമ്മ ഉൾപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇന്നും ജീവിച്ചിരിക്കാമായിരുന്നു സാമാന്യ രീതിയിൽ. പക്ഷേ എത്ര വർഷം മുമ്പ്, 49 വർഷം മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു ദുഃഖമായിരുന്നു. ശ്രീ ഓണക്കൂറിനെ പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. മാർ യോഹന്നാനീസ് കോളേജിൽ ഞാൻ അവിടെ നിന്ന് പോയിട്ട് 6 കൊല്ലം കഴിഞ്ഞ മറ്റാണ് അവിടെ വന്ന്. ഞാൻ 58 അവിടെ കുറച്ച് കാലം പഠിപ്പിച്ചിട്ട് പോയി. ഏതുമല്ല അവിടെ വന്നത്? 64. അപ്പം ഞാൻ പോയിട്ട് 6 വർഷം കഴിഞ്ഞാണ് അത് വന്നത്. ഏതായാലും ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്താണ് ആരംഭിച്ചത്, ഒരേ തീർത്ഥത്തിൽ. അപ്പം ആ തരത്തിൽ ഞങ്ങൾ സതീർത്ഥ്യന്മാരൂടെയാണല്ലോ. എൻ്റെ സതീർത്ഥ്യനായ ഓണക്കൂർ അവർക്ക് ഈ പുരസ്കാരം നിങ്ങൾ നൽകുന്നതിൽ അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. നൽകുന്നവരായ നിങ്ങളെയും അഭിനന്ദിക്കൂ. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. ആശംസാ പ്രസംഗത്തിനായി നിംസ് മെഡിസിറ്റി MD ഡോക്ടർ ഫൈസൽ ഖാൻ സാറിനെ ക്ഷണിച്ചു. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജി രാജ്മോഹൻ സാർ അവറുകൾ, ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാർ അവറുകൾ, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് K ചന്ദ്രിക അവറുകൾ, ബഹുമാനപ്പെട്ട മുൻ ചീഫ് സെക്രട്ടറി R രാമേന്ദ്രൻ നായർ സാർ അവറുകൾ, എൻ്റെ ഏറ്റവും അടുത്ത സഹോദരൻ ശ്രീ കോട്ടുവേൽ കൃഷ്ണകുമാർ അവറുകൾ, ശ്രീ മണക്കാട് രാമചന്ദ്രൻ, ഇന്ന് വയലാർ സാംസ്കാരികോത്സവത്തിന് വയലാർ സാഹിത്യ പുരസ്കാര ജേതാവായ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട, നമ്മുടെയൊക്കെ ഗുരുനാഥനായ ബഹുമാനപ്പെട്ട ജോർജ് ഓണക്കൂർ സാർ അവറുകൾ, വേദിയിലും സംസ്ഥയിലും ഇരിക്കുന്ന ബഹുമാന്യരെ, വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ ഈ ഒരു ദിനത്തിൽ, ഈ ഒരു അവാർഡ് ലഭിക്കുന്ന ദിനത്തിൽ എത്തുവാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു. എനിക്ക് മുന്നേ സംസാരിച്ച വളരെ പ്രഗത്ഭരായിട്ടുള്ള, ഏറ്റവും കൂടുതൽ വയലാറിനെ പറ്റിയും അതുപോലെ തന്നെ സാഹിത്യത്തെ പറ്റിയൊക്കെ വളരെയധികമായി ദീർഘനേരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ കേൾക്കാൻ ശ്രമിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നത് ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങളുടെ അനുഭവങ്ങൾ കൂടിയാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വയലാറിൻ്റെ രാമേന്ദ്രൻ സാറുമായിട്ടുള്ള അനുഭവം ഞാൻ കേൾക്കുന്നത്. അദ്ദേഹം വീട്ടിൽ വന്നതും അദ്ദേഹമായിട്ടുള്ള സംസാരവും അദ്ദേഹത്തുമായിട്ടുള്ള ഇടപെടലുകളും എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതൊരു ഈയൊരു തലമുറയിലുള്ള വർക്കുള്ള ഒരു പുതിയൊരു അനുഭവമായിരിക്കും അത്. അപ്പോൾ അത് കൂടുതൽ, അതേപോലെ തന്നെ ഞാൻ ചന്ദ്രിക മേഡത്തിൻ്റെ സ്പീച്ച് വളരെയധികം എന്താ പറയുക, ഒരു അധ്യാപികയുടെ എങ്ങനെയാണോ ആ രീതിയിൽ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം രീതിയിൽ കൂടി നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തമാണ്, ഒരു സായാഹ്നമാണിത്. ഇന്ന് അവാർഡ് കൊടുത്തിരിക്കാൻ ഇപ്രാവശ്യം വയലാർ രാമവർമ്മ സാംസ്കാരിക തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും വലിയ സാഹിത്യകാരനായ, ഏറ്റവും നല്ല രീതിയിൽ അധ്യാപക മേഖലയിൽ ഒരാൾ എപ്പോഴാണ് ഏറ്റവും നല്ല ഗുരുവായി മാറുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ നിന്നല്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ കാലഘട്ടത്തും അദ്ദേഹം ആ അധ്യാപക രീതിയിൽ തന്നെ ഒരു അധ്യാപകനായി തന്നെ ജീവിക്കും എന്നുള്ളതാണ്. അദ്ദേഹം സാക്ഷരതാ മിഷനിലുള്ളപ്പോഴും എൻസൈക്ലോപീഡിയയിലുള്ളപ്പോഴും കേരളത്തിൽ 100% സാക്ഷരത നേടിയ സമയത്തൊക്കെ അദ്ദേഹം സാക്ഷരതാ മിഷനിലുള്ളൊരു വ്യക്തിത്വമാണ്. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഒരു 10-12 വർഷം മുമ്പാണ് സാറിനെ കൂടുതലുമായി അടുക്കുന്നത്. അതുപോലെ TV-യിലും പേപ്പറിലും ഒക്കെ ആണല്ലോ സാറിനെ കാണുന്നത്. അപ്പോൾ ഒരു അധ്യാപകൻ എങ്ങനെയാണോ ഒരു കുട്ടിയോട് പെരുമാറുന്നത്, അല്ലാതെ ഒരു സാഹിത്യ മേഖലയിൽ നിൽക്കുന്ന സാഹിത്യക്കാർ മോശക്കാർ എന്നല്ല, അധ്യാപനം എന്ന് പറയുമ്പോഴേക്കും എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരായിരിക്കും. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു ചെറിയ എഴുത്തുമായി ബന്ധപ്പെട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പല പ്രാവശ്യം ആലോചിച്ചു, സാറിൻ്റെ കൊണ്ട് കാണിക്കണോ, സാറ് പരിഹസിക്കുമോ? കാരണം എൻ്റെ സംരംഭക മേഖലയാണ്, ആരോഗ്യവും ഈ പറഞ്ഞ വിദ്യാഭ്യാസ മേഖലയുമാണ്. ഇപ്പം ഞാനൊരു പുസ്തകം എഴുതി കൊടുത്താൽ സാറത് എന്തായിരിക്കും? കാരണം ഇത്രയധികം, ഒന്നാമത് അദ്ദേഹം ഇത്രയും ഒരു അധ്യാപക മേഖല നിൽക്കുന്ന സാഹിത്യ മേഖലയിൽ അത്രയും 10-50ഓളം പുസ്തകങ്ങൾ രചിച്ച് എത്രയോ വോളിയൂംസ് വിറ്റ് പോകുന്ന
നിൽക്കുന്ന ആളുടെ അടുത്ത് ഞാൻ എന്ത് പറയാൻ. പക്ഷെ സാറത് വായിച്ചിട്ട് എൻ്റെ അടുത്ത് കറക്ഷൻ സാറ് ചെയ്തു തന്നു. എല്ലാം കൂടെ ഒരു 4-5 അക്ഷര പിശകൾ മാത്രം സാറ് കറക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഇത് നന്നായിട്ടുണ്ട്, ഇത് ഇതേപോലെ പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ അല്ല ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല, ഞാൻ 2 ചെറിയ ഗ്രാമർ മിസ്റ്റേക്കുകൾ വളരെ മനോഹരമായിട്ടുണ്ട്, ഇത് പബ്ലിഷ്. അപ്പോൾ ഒരു സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുമല്ലാതെ നമ്മൾ എഴുതിയിട്ട് അത് സാറത് ശരിയാണോ എന്ന് ചോദിക്കുന്ന ഒരാളിനെ പോലും സാറത് ടേക്കപ്പ് ചെയ്യാനുള്ള ആ ഒരു മനസ്സാണ് ഏറ്റവും വലിയൊരു മനസ്സായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ സാറിന് ചിന്തിക്കാം, സാഹിത്യമേഖല നമ്മളൊക്കെ 10-50 വർഷമായിട്ട് ഈ മേഖലയിൽ ഇത്രയും കഷ്ടപ്പെട്ട് എഴുതിയെടുത്ത് നമ്മളൊക്കെ വരുമ്പോഴേക്കും ഒരു സംരംഭക മേഖലയിലുള്ള ഒരാൾ ഒരു പുസ്തകം എഴുതി കൊണ്ടുവന്നിട്ട് എങ്ങനെ അവൻ സാഹിത്യകാരനാകും? ഇവൻ ഈ ഹോസ്പിറ്റൽ നടത്തുന്ന ആളല്ലയോ, അല്ലെങ്കിൽ ഈ പറയുന്ന ബിസിനസ്സുമായിട്ട് നടത്തുന്ന ആളല്ലയോ, ഇവനെങ്ങനെ എഴുതാൻ പറ്റും, ഇവനെ അതൊന്നും പറ്റത്തില്ല എന്നൊരു മനസ്സിനകത്ത് അങ്ങനെയല്ല. ഒരു 10% ഉണ്ടെങ്കിൽ സാർ അതിനെ ഒരു 80% ഉയർത്തി നമ്മളെ കോൺഫിഡൻസായിട്ട് 100% കോൺഫിഡൻസ് തരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഇതേപോലെ ഞാൻ എൻ്റെ പുസ്തകം മറ്റൊരാൾക്ക് കാണിക്കുമ്പോഴേക്കും അതിനെന്തെങ്കിലും ഒരു 20% ഉണ്ടെങ്കിൽ അതിനെ 0% കാണിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിലുള്ള കഴിവുകളെ വികസിപ്പിക്കുവാനായിട്ട് സാറ് വളരെയധികം, അതാണ് സാഹിത്യകാരൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സാറിനെ ബഹുമാനിക്കുന്നതും. അവതാരിക ഒരു ദിവസം സാറിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അറിയാൻ പറ്റും, ഇങ്ങനെ അടുക്കി വെച്ചിരിക്കും പുസ്തകങ്ങളെല്ലാം, എല്ലാം കുറേ ആർക്ക് വേണമെങ്കിലും സാറിൻ്റെ അടുത്ത് പോയിട്ട് അവതാരിക എഴുതാൻ പറ്റും. സാർ എഴുതി കൊടുക്കും, സാർ ആ പുസ്തകം വായിക്കും. എന്നിൽ സാറ് എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് അതുപോലെ തന്നെയാണ് എല്ലാവരെയും, ഏത് നവാതരായിട്ടുള്ള ആര് പോയാലും എഴുത്തുകാരനെയും സാർ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാറിൻ്റെ ആ ഒരു മനസ്സിൻ്റെ വലിയൊരു മനസ്സിൻ്റെ ഉടമൂടിയാണ് എന്നുള്ള പറയുന്നത്. നമ്മൾ പാലുപോലെ സംസാരിക്കുന്നതും പാലുപോലെ കവിത എഴുതുന്നവരും അല്ലെങ്കിൽ വളരെയധികം നന്നായിട്ട് ആലപിക്കുന്നവരും പുസ്തകം എഴുതുന്നവരും പുസ്തകം രചിക്കുന്നവരും എല്ലാം തന്നെ അവരുടെ വ്യക്തിമായ രീതി നോക്കുമ്പോഴേക്കും പലപ്പോഴും അവർ വളരെയധികം സ്വാർത്ഥ ചിന്താധിക്കാരായിട്ടാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഞാൻ തന്നെ എനിക്ക് പല വേദികളിലും ഇങ്ങനെ ഇരിക്കാൻ അവസരം കിട്ടുമ്പോൾ പല ആത്മീയ നേതാക്കളുമായിട്ടും വലിയ ബന്ധം എനിക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെയധികം ആകൃഷ്ടനായിക്കൊണ്ട് പല ആത്മീയ നേതാക്കന്മാരോട്ട് ഇരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അവരുടെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കാണുമ്പോഴേക്കും ഇത്ര സ്വാർത്ഥരായിരുന്നു ഇവർ. വിശാലമായ ലോകത്തെപ്പറ്റിയും വിശാലമായ കാഴ്ചപ്പാടിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നവർ അവരൊരു കസേരയുടെ സ്ഥലമൊന്ന് മാറിക്കഴിഞ്ഞാൽ കസേര അല്ലെങ്കിൽ ഇരിക്കുന്ന സീറ്റൊന്ന് മാറി ഇപ്പുറത്ത് പോയാൽ ഉടനെ സ്വാർത്ഥ മനോഭാവം, ഞാൻ എവിടെ പോയി, എൻ്റെ സീറ്റ് എവിടെ പോയി, ഞാനിവിടെ പോകുന്നു എന്ന് പറയുന്ന രീതിയിൽ ക്ഷുഭിതരാകുന്നവരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളൊരു തലത്തിലെത്തുമ്പോഴേക്കും തീരെ താഴെയുള്ള തലങ്ങളിലേക്കും തിരിച്ച് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്നവർ വളരെ അപൂർവമാണ്. അതിൽ വളരെ വ്യക്തിത്വമാണ് ജോർജ് ഓണക്കൂർ സാർ അവറുകൾ. അദ്ദേഹത്തിന് ഇത്രയും വലിയ ഒരു ഗ്രന്ഥകർത്താവിന്, ഇത്രയും ഒരു അധ്യാപകന്, ഇത്രയും നമുക്കെല്ലാം തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകിച്ച് സാറിനോട് വലിയൊരു മമതയാണ്. കാരണം എഴുത്തുകാരുടെ ജില്ലകൾ നോക്കുമ്പോഴേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ബഹുമാനപ്പെട്ട സാറിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചതിൽ അങ്ങ് ഏറ്റവും സന്തോഷിക്കുന്നു. സാർ ഇനിയും എഴുതണം. സാർ ഞങ്ങളെപ്പോലെയുള്ള പുതിയ എഴുത്തുകാർക്ക് പ്രചോദനം ഉണ്ടാക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സാറിനെ അറിയുന്നവരാണ്, നമ്മളെല്ലാവരും സാറിൻ്റെ ഫാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. ആശംസാ പ്രസംഗത്തിനായി അഭിജിത്ത് ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ശ്രീ കോട്ടുകാൽ കൃഷ്ണകുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളു. ബഹുമാന്യനായ അധ്യക്ഷൻ, സമാദരണീയരായ രാമേന്ദ്രൻ നായർ സാർ, ഡോക്ടർ ജോർജ് ഓണക്കൂർ, പ്രിയപ്പെട്ട അനുജൻ ശ്രീ ഫൈസൽ ഖാൻ, ചന്ദ്രിക ചേച്ചി, മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ, ശ്രീ വത്സൻ നമ്പൂതിരി, ശ്രീ രാമചന്ദ്രൻ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു ദീർഘമായ പ്രസംഗം ഇനി നടത്തുന്നത് ഉചിതമല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഒന്ന്, ഗാനമേള മണക്കാട് ഗോപൻ്റെ ഗാനമേള 6:30 ഉണ്ടായിരുന്നു, 6:30 ഇവിടെ നടന്ന പ്രഭാഷണങ്ങൾ മുഴുവൻ ഞാൻ നടത്തുന്ന പ്രസംഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല എന്നുള്ളത് കൊണ്ട് ആ പ്രസംഗത്തെ കളങ്കപ്പെടുത്തുന്നത് ഈ അവസരത്തിൽ ഉചിതമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാനൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഉദ്ഘാടന സമ്മേളനത്തിനാണ് എന്നെ പങ്കെടുപ്പിക്കാനാണ് സംഘാടകർ നോട്ടീസിൽ പേര് വച്ചിരുന്നത്. എനിക്കന്ന് വരാൻ കഴിഞ്ഞില്ല. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്ന് ഞാൻ മണക്കാട്
രാമചന്ദ്രനോട് ആവശ്യപ്പെട്ടു. അതിനകത്ത് ഒരു സ്വാർത്ഥത ഉണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച അനുജൻ ഫൈസൽ ഖാൻ പറഞ്ഞതുപോലെ അതിനേക്കാൾ ഒരിരട്ടി പറയേണ്ട കാര്യങ്ങൾ, അനുഭവങ്ങൾ ഉള്ള ആളാണ് ശ്രീ ജോർജ് ഓണക്കൂർ സാറുമായി എനിക്ക് ഉള്ളത്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലുമൊക്കെ അറിയാമായിരിക്കും, എൻ്റെ മകൻ്റെ പേരിലുള്ള അഭിജിത്ത് ഫൗണ്ടേഷൻ്റെ ചെയർമാൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലും നിർദ്ദേശത്തിനും വിധേയമായിട്ടാണ് അഭിജിത്ത് ഫൗണ്ടേഷൻ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിയ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത്, നാളെ നടത്താൻ പോകുന്നതും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ അവാർഡ് കഴിഞ്ഞ വർഷം സി രാധാകൃഷ്ണനാണ് കൊടുത്തത്. വളരെ ഉചിതമായ ഒരു കണ്ടെത്തലാണ് അവാർഡ് നിർണയ സമിതി എടുത്തിരിക്കുന്നതാണെന്ന് എൻ്റെ വ്യക്തമായ അഭിപ്രായം. അദ്ദേഹത്തിന് മുന്നോട്ടുള്ള പാത, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഞാൻ അമ്മ എന്ന് വിളിക്കുന്ന ആൾ അടുത്തിരിപ്പുണ്ട്. ഈ അടുത്ത ദിവസം അദ്ദേഹത്തിന് ഒരു ചെറിയ അപകടം പറ്റി എന്ന് ഞാൻ അമ്മയിൽ നിന്നും കേട്ടപ്പോൾ എൻ്റെ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചതിന് തുല്യമായി ഞാൻ അവിടെ ഇരുന്ന് വല്ലാതെ അങ്ങ് വിഷമിച്ചു. സാറ് പുറത്തിരുന്ന് ഒരു ഇൻ്റർവ്യൂ ഇരിക്കുമ്പോഴാണ് എന്നോട് ആ രഹസ്യം അമ്മ പറഞ്ഞത്. അങ്ങനെ ഒന്നും ഇനിയുള്ള ദിവസങ്ങളിൽ ഇടവരുത്താതെ പൂർണ്ണമായ ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി അദ്ദേഹത്തിന് ദീർഘനാൾ നമ്മയൊക്കെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സർവശക്തൻ്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് അകന്നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. രാമേന്ദ്രൻ നായർ സാർ പറഞ്ഞതുപോലെ, ചന്ദ്രിക ചേച്ചി പറഞ്ഞതുപോലെ ഒരുപാട് ഗുണഗണങ്ങളുള്ള മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് തിരുവനന്തപുരത്തിൻ്റെ എന്നുള്ളതല്ല, തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക നായകൻ എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹം കേരളത്തിൻ്റെ സാംസ്കാരിക നായകൻ എന്ന് പറയാനാണ് എനിക്കിഷ്ടം എന്നുകൂടി പറഞ്ഞു വച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാ നന്മയും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സർ. മറുപടി പ്രസംഗത്തിനായി ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. മഹത്തായ ഈ സന്ദർഭത്തിൽ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി എൻ്റെ മേൽ വർഷിച്ച അനുഗ്രഹത്തിന് മുൻപിൽ ഞാൻ ഏറ്റവും വിനീതനായി നിൽക്കുന്നു. 2 മണിക്കൂർ പ്രസംഗിച്ചാലും നന്ദി പറഞ്ഞ് തീർക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അനുഗ്രഹ വചസ്സുകളാണ് മഹാത്മാക്കൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഭയക്കണ്ട, ഞാൻ ദീർഘമായി സംസാരിക്കില്ല. ഈ മഹത്തായ എന്ന് ഞാൻ പറഞ്ഞത് ഹൃദയത്തിൽ തട്ടിയാണ്. 2 അർത്ഥത്തിലാണ്. വയലാർ രാമവർമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം ആരായിരുന്നു എന്ന് 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. ഈ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ രാജ്മോഹനും പ്രിയങ്കരനായ നമ്മുടെ മണക്കാട് രാമചന്ദ്രനും ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീവത്സൻ നമ്പൂതിരിയും പ്രിയപ്പെട്ട ചന്ദ്രിക ചേച്ചി എന്ന് എല്ലാവരും വിളിക്കുന്ന, ഞാൻ മേയർ എന്ന് ഇപ്പോഴും വിളിക്കുന്ന, എനിക്കിപ്പോഴും ചന്ദ്രിക തന്നെയാണ് മേയർ എന്ന് എൻ്റെ മനസ്സ് എന്നോട് പറയുന്നു. അതുപോലെ മഹത് വ്യക്തികൾ എല്ലാം ചേർന്ന് നടത്തുന്ന പ്രസ്ഥാനമാണ് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി. ഈ വേദിയുടെ പുരസ്കാരം വയലാർ രാമവർമ്മ അവാർഡ് എനിക്ക് നൽകാൻ തീരുമാനിച്ചത്
പരിണതപ്രജ്ഞനായ കവി, പണ്ഡിതൻ, മഹത് വ്യക്തിത്വം ശ്രീ ആർ രാമേന്ദ്രൻ നായർ സാർ അധ്യക്ഷനായ കമ്മിറ്റിയാണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് വലിയ അഭിമാനം തോന്നി. കാരണം ഒരു പുരസ്കാര നിർണയത്തിന് ഏറ്റവും യോഗ്യനായ ഒരാൾ, ആ മഹാത്മാവ് അധ്യക്ഷനായ കമ്മിറ്റി ഒരു പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ നിശ്ചയമായും അത് അഭിമാനാർഹമായ കാര്യം തന്നെയാണ്. എന്നോട് ശ്രീവത്സൻ നമ്പൂതിരി വിളിച്ചു പറഞ്ഞു, പ്രിയങ്കരനായ നമ്മുടെ ഗോവ ഗവർണർ ശ്രീ അഡ്വക്കേറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ഇനി അതിനേക്കാളൊക്കെ ഉയർത്തി പറയാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു, ശ്രീ PS ശ്രീധരൻപിള്ള അവരുകൾ ആണ് സമ്മാനിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. എനിക്ക് വലിയ ഇഷ്ടമുള്ള, വ്യക്തിപരമായി ഞാൻ വളരെ ആദരം സൂക്ഷിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ശ്രീ PS ശ്രീധരൻപിള്ള. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഞാനാണ് പ്രകാശനം ചെയ്തത്. ഇനിയിപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ 31-ാം തീയതി ഈശ്വരൻ അനുവദിച്ചാൽ മറ്റൊരു പുസ്തകത്തിൻ്റെ പ്രകാശന വേദിയിൽ അധ്യക്ഷത വഹിക്കാനുള്ള ഭാഗ്യം എന്നെയാണ് തേടിയെത്തിയിരിക്കുന്നത്. 300-ലധികം പുസ്തകങ്ങൾ, സാഹിത്യത്തിൻ്റെ വിവിധ ശാഖകളിൽ കവിത, ജീവിതാനുഭവം, സഞ്ചാര സാഹിത്യം തുടങ്ങി വിവിധ മേഖലകളിൽ നമുക്ക് സമ്മാനിച്ച വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഒതുക്കി കാണരുത് എന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും അനുഗ്രഹകരമാണ്, ആവേശകരമാണ്. ആൻഡ് ഐ ഓൾസോ കൺഗ്രാറ്റുലേറ്റ് അവർ ഗ്രേറ്റ് ഫ്രണ്ട് ഫ്രം ദി അതർ സ്റ്റേറ്റ്, ശ്രീ ബാലകൃഷ്ണ, for receiving this award in this auspicious occasion. I congratulate you, sir. പിന്നെ വേദിയിലുള്ള ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ, എൻ്റെ പ്രിയപ്പെട്ട, എനിക്ക് അനുജനായി എൻ്റെ കുടുംബത്തിലെ ഒരംഗമായി ഞാൻ കരുതുന്ന ശ്രീ ഫൈസൽ ഖാൻ, പ്രിയങ്കരനായ ശ്രീ കോട്ടുകാൽ കൃഷ്ണകുമാർ, രാമേന്ദ്രനെക്കുറിച്ച് നേരത്തെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു, എല്ലാവരും വേദിയിൽ ഉണ്ട്. ഇവരൊക്കെ വളരെ അധികം എന്നോട് സ്നേഹമുള്ള ആളുകളാണ്. ഒരു സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ് വയലാർ രാമവർമ്മ പുരസ്കാരം എന്നെ തേടിയെത്തുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കറിയാൻ വയ്യാത്ത കൊച്ചു കാര്യങ്ങൾ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. ഇവർ എനിക്ക് ആരായിരുന്നു എന്ന പുസ്തകത്തിൽ വയലാറിനെക്കുറിച്ച് മരണമില്ലാത്ത വയലാർ എന്ന എൻ്റെ ഒരു ദീർഘമായ ലേഖനം ഉണ്ട്. 51 പേരെക്കുറിച്ചാണ് ഞാനതിൽ എഴുതിയിരിക്കുന്നത്. അതിൽ ഒന്ന് വയലാർ രാമവർമ്മയാണ്. എനിക്ക് വയലാറിനെ വളരെ അടുത്ത് അറിയുമായിരുന്നു എന്ന് നിങ്ങളോട് ഞാൻ സ്നേഹപൂർവ്വം പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ 3 പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. ഒന്ന്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഗ്രാമത്തിൽ നടന്ന ഒരു സാംസ്കാരിക ഉത്സവത്തിൽ പ്രസംഗിക്കാൻ വന്ന പൊൻകുന്നം വർക്കി, വയലാർ രാമവർമ്മ, ONV കുറുപ്പ്, ഈ 3 പേര് വന്നു. രാത്രി ആയി, വൈകി. വയലാർ ഒടുവിലാണ് എത്തിയത്. അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ, അത് കാറൊന്നുമില്ല, ഒക്കെ വള്ളത്തേലും ബോട്ടിലും ഒക്കെയാണ് പോകുന്നത്. വൈക്കത്ത് എത്തിച്ച് അവിടുന്ന് ബോട്ടിൽ ചേർത്തലേക്ക് പോകണം. അന്ന് രാത്രി ബോട്ട് കിട്ടുകയില്ല എന്നുള്ളത് കൊണ്ട് വയലാർ രാമവർമ്മ എൻ്റെ വീട്ടിലാണ് ആ രാത്രി കഴിച്ചു കൂട്ടിയത് എന്നുള്ളത് എനിക്ക് വലിയ അഭിമാനമുള്ള കാര്യമാണ്. എൻ്റെ പിതാവ്, ഞാനന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്, അവൻ എഴുത്തൊക്കെ തുടങ്ങിയിരിക്കുന്നു, അപകടമാണ് എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു. കാരണം എൻ്റെ നാട് കൂത്താട്ടുകുളം ആണ്. രക്തസാക്ഷികളുടെ നാട് എന്നാണ് കൂത്താട്ടുകുളത്തെ അറിയുന്നത്. 4 രക്തസാക്ഷികൾ എൻ്റെ ഗ്രാമത്തിലുണ്ട്. ഒന്ന് സാക്ഷാൽ CJ തോമസിൻ്റെ സഹോദരനായ ചൊള്ളമ്പേൽ പിള്ള എന്ന CJ ജോസഫ്, CPയുടെ പോലീസ് അടിച്ചു കൊന്നതാണ്, സർ CP രാമസ്വാമിയുടെ പോലീസ്. മറ്റൊന്ന് പാമ്പാക്കുട അയ്യപ്പൻ, എൻ്റെ തൊട്ട് മുകളിലത്തെ ക്ലാസ്സിൽ പഠിച്ച പറവൂർ TK നാരായണപിള്ള എന്ന കിരാതനായ ഒരു മുഖ്യമന്ത്രി തിരുവിതാംകൂർ കൊച്ചി ഭരിച്ചിരുന്നപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ വേട്ടയാടി പിടിച്ചപ്പോൾ അങ്ങനെ പിടികൂടിയ ഒരാളാണ് പാമ്പാക്കുട അയ്യപ്പൻ. അടിച്ചു കൊന്നു, ബോഡി പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല.
മറ്റൊരാൾ മണ്ണത്തൂർ വർഗീസ് എന്ന് പറഞ്ഞ് വേറൊരു രക്തസാക്ഷി. ഇങ്ങനെ ചില രക്തസാക്ഷികളുടെ പേര് ഉള്ള ഒരു ഗ്രാമമായതുകൊണ്ട് കൂത്താട്ടുകുളത്തെ അടയാളപ്പെടുത്തുന്നത് രക്തസാക്ഷികളുടെ നാട് എന്നാണ്. ആ പേര് എൻ്റെ ഗ്രാമത്തിന് നൽകിയത് മറ്റാരുമല്ല, സാക്ഷാൽ AK ഗോപാലൻ ആണ്, AKG ആണ്. അപ്പം അങ്ങനെ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്, നാട്ടിലാണ് ജനിച്ചത്, കുടുംബത്തിലാണ് ഞാൻ പിറന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ്. എൻ്റെ വീട്ടിൽ ഒളിവിൽ, എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒളിവിൽ താമസിച്ചിരുന്ന സഖാവ് C അച്യുതമേനോനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ പോകുകയല്ല. അങ്ങനെ ഒരു രക്തം കലർന്ന ഒരു ജീവിത അനുഭവങ്ങൾ, രക്തം കൊണ്ട് ചുവന്ന മണ്ണ്, ആ മണ്ണിൽ ജനിച്ച ഒരാൾ എന്നുള്ള നിലക്ക് വിപ്ലവത്തിൻ്റെ ഭൂമിക കൂത്താട്ടുകുളത്ത് ജനിച്ചു. അതിൻ്റെ ഒരു ആവേശത്തിലാണ് വളരുന്നത്. വയലാർ എന്നെ ആദ്യം കാണുമ്പോൾ എൻ്റെ അപ്പച്ചൻ എന്നെ ഭീതിയോടുകൂടി നോക്കുന്ന കാലമാണ്. എപ്പോഴാണ് പോലീസിൻ്റെ കയ്യിൽ അവനകപ്പെട്ട് എൻ്റെ ജീവിതം അവസാനിക്കുന്നത് എന്ന് ദുഃഖത്തോടു കൂടി എൻ്റെ അച്ഛൻ നോക്കുന്ന സമയത്താണ് വയലാർ രാമവർമ്മയെ ഞാൻ കാണുന്നത്. ഒരു കാഴ്ച. പക്ഷെ അവിടുന്ന് ഞാൻ പോയി. കാരണം ഇത് കിഴക്ക് വശത്താണ് എങ്കിൽ എൻ്റെ പടിഞ്ഞാറ് വശത്ത് സാറിനറിയാം, തൊട്ടടുത്തുള്ള വെളിയനാട് എന്നുള്ള ഗ്രാമത്തിൽ മനോഹരമായ ഒരു ഇല്ലം ഉണ്ട്. ആ ഇല്ലത്തിൻ്റെ പേര് മേൽപ്പാഴൂർ ഇല്ലം എന്ന് ആണ്. മേൽപ്പാഴൂർ ഇല്ലം ആണ് സാക്ഷാൽ ശങ്കരാചാര്യരുടെ അമ്മാത്ത് എന്ന് പറയുന്നത്. ശങ്കരാചാര്യരുടെ അമ്മയായ ആര്യാമ്പ ആ ഇല്ലത്തെ അമ്മയാണ്. ആ ഇല്ലം എന്ന് പറയുന്നത് എൻ്റെ വീടിനടുത്താണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു ഇല്ലം ആണ് അത് വേദാന്ത ഭൂമിക എന്നാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഒരു വിപ്ലവ ഭൂമിക, മറ്റൊന്ന് വേദാന്ത ഭൂമിക. വിപ്ലവത്തിൽ നിന്ന് പയ്യെ നടന്ന് വേദാന്തത്തിൻ്റെ മണ്ണിലൂടെ സഞ്ചരിച്ച ഒരു വളർച്ചയുടെ ഘട്ടമാണ് എനിക്ക് ഉണ്ടായത് എന്നുള്ളത് കൊണ്ടാണ് പ്രണയതാഴ്വരയിലെ ദേവദാരു എന്ന നോവലിലെ നായകൻ മേൽപ്പാഴൂർ ഇല്ലത്തെ ഉണ്ണിയാണ്. ആരും ആ പുസ്തകം വായിച്ചിട്ടുള്ളൂ എന്ന് എനിക്കറിയാൻ വയ്യ. 8ാം ക്ലാസ്സിൽ പാഠപുസ്തകമാണ്. അതിലൊരു ചാപ്റ്റർ 8ാം ക്ലാസ്സിൽ പാഠ്യപുസ്തകമാണ്. പ്രണയതാഴ്വരയിലെ ദേവദാരു എന്ന നോവലിലെ ഭൂമിയുടെ സ്വപ്നം എന്ന അധ്യായം. മേൽപ്പാഴൂർ ഇല്ലത്തെ ആര്യാമ്പയുടെ മകനായ ഹർഷവർദ്ധനൻ എന്ന ചെറുപ്പക്കാരനെയാണ് ഞാനതിൽ നായകനായിട്ട് സങ്കല്പിക്കുന്നത്. ഹർഷൻ ഭൂമിയുടെ അതിരുകൾ കടന്ന് ആകാശത്തിലൂടെ സഞ്ചരിച്ച് പോകുന്ന ഒരു വളർച്ചയുടെ ഘട്ടം. നിൽക്കട്ടെ, അത് പറയാനല്ല. അപ്പോൾ അതൊരു അവസ്ഥ. വയലാറിനെ അപ്പോൾ ആദ്യം കണ്ട കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. രണ്ടാമത് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് എറണാകുളത്തെ ഒരു സമ്മേളനത്തിൽ വെച്ചാണ്. പിന്നെ അങ്ങനെ അധിക ബന്ധങ്ങൾ വയലാറുമായിട്ട് എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ആ വലിയ കവിയുടെ കവിതകൾ കൃത്യമായി വായിച്ച് വളരാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ആയിഷ എന്ന കാവ്യത്തെക്കുറിച്ച് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട മേയർ പറഞ്ഞു. ആയിഷ എന്ന കാവ്യത്തിന് കവി ഉദ്ധരിക്കുന്ന ഹരീന്ദ്രനാഥ ചതോപാധ്യായയുടെ ഒരു കാവ്യഭാഗമുണ്ട്. ഹരീന്ദ്രനാഥ് ചതോപാധ്യായ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇന്ത്യയിലെ പുരോഗമന സാഹിത്യ സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന മഹാത്മാവ് ആണ്. ആ ഹരീന്ദ്രനാഥ് ചതോപാധ്യായയുടെ കവിതയുടെ ഒരു ഭാഗം വയലാർ ആയിഷയുടെ ആദ്യ ഭാഗത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ഐ പോയറ്റ് ഡിപ്പ് മൈ പെൻ ഇൻ മൈ ഓൺ ബ്ലഡ് ടു റൈറ്റ് സോങ്സ് ഫോർ മെൻ. മനുഷ്യർക്ക് വേണ്ടി പാട്ടുകൾ എഴുതുന്നതിന് എൻ്റെ രക്തത്തിലാണ് പേന ഞാൻ മുക്കുന്നത്. ഒരു കവി എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ കവിതകൾ എഴുതുന്നതിന് എൻ്റെ പേന മുക്കുന്നത് എൻ്റെ രക്തമാകുന്ന മഷിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ മനുഷ്യരുടെ കവിത എഴുതുന്നത് എന്ന് പറഞ്ഞ വയലാറിനെ ആരാധിക്കാതിരിക്കാൻ ഒരു മാർഗവുമില്ല. ഇതൊക്കെ പറഞ്ഞൊരു കവിയെ ഞാൻ മനസ്സ് സങ്കല്പിക്കുന്നില്ല. വയലാർ, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, മാനവപ്രശ്നങ്ങൾ തൻ മർമ്മഗോവിതന്മാരെ ഞാനൊരു വെറും സൗന്ദര്യാത്മക കവി മാത്രം എന്ന് പാടിക്കൊണ്ട്, വൈലോപ്പിള്ള കവിത കേട്ടോ, പാടിക്കൊണ്ട് ഞാൻ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ എല്ലി കൊമ്പനാനകൾ, എൻ്റെ എല്ലി മഹാക്ഷേത്രവും മക്കളെ എന്ന് എഴുതിയ അക്കിത്തവും ഞാനിവിടെ ഒന്നിച്ച് ഗുജറാത്തും മഹാരാഷ്ട്രയും മുഴുവൻ 3 ആഴ്ച സഞ്ചരിച്ച ആ ഒരു കാലവും ഞാൻ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടേറെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്.
അതുപോലെ ONV കവിത, കടൽ ഏഴുണ്ടെന്ന് ആരേ പറഞ്ഞു, വെറും നുണ, കടൽ ഒന്നല്ലേയുള്ളൂ കേവലം ഒരു കടൽ. അതൊരു വലിയ അനുഭവമല്ലേ? ഇങ്ങനെ കവിതകളെ പ്രണയിച്ച് നടന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും അതാണ് വയലാറിനെ അടുത്തടുത്ത് പരിചയപ്പെടുന്നത്. പിന്നെ വയലാറിൻ്റെ കവിതകളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്, ശരിക്കും വായിച്ചിട്ടുണ്ട്. എന്നാണ് എൻ്റെ മനസ്സിലായിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷെ ശാസ്ത്രത്തെ ഇത്രയധികം അത്ഭുതത്തോടു കൂടി നോക്കിക്കണ്ട ഒരു കവി. കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ, കയ്യിൽ കുതിറി തുള്ളിക്കൊണ്ടൻ ചാട്ടവാറിളകുമ്പോൾ, ഞടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ അണ്ടകടാഹങ്ങൾ, കാലമാണ് അവിശ്രമം പായുമെന്നശ്വം, സ്നേഹജ്വാലയാണതിൽ കാണും ചൈതന്യം സനാതനം എന്നെഴുതിയ വയലാർ എന്ന വിപ്ലവ കവിയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. ശാസ്ത്രത്തെ, വിപ്ലവബോധത്തെ, വേദാന്തത്തെ എല്ലാം ഉള്ളിൽ ഉൾക്കൊണ്ട ആ മഹാനായ ഒരു കവി. അങ്ങനെ അദ്ദേഹത്തെ ആരാധിച്ച് എവിടെയൊക്കെ ഉണ്ട് വയലാറിൻ്റെ പേര് കണ്ടാൽ അത് അവിടെ കണ്ണ് ചേർത്ത് വെച്ച് എവിടെയൊക്കെ ഈ മനുഷ്യൻ എത്തിപ്പോകുന്നുണ്ടോ അതിൻ്റെയൊക്കെ പിന്നാലെ മനസ്സ് സഞ്ചരിച്ച് അങ്ങനെ വയലാറിനെ സ്നേഹിച്ച് ആരാധിച്ച് കഴിഞ്ഞ ഒരു ജീവിതമായിരുന്നു എൻ്റെത് എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പറയാൻ എനിക്ക് വേറൊരു അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുകയാണ്. കാരണം വേറെ വയലാർ അവാർഡൊന്നും ഇല്ലല്ലോ എനിക്ക്. അപ്പം അതുകൊണ്ട് ഇവിടെ വെച്ച് ഈ കവിയുടെ ആത്മാവ് എന്നിൽ അങ്ങനെ കയറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അറിയാൻ വയ്യാത്ത ആളുകളുണ്ട്. വയലാർ രാമവർമ്മ, ഇവിടെ സാറ് പറഞ്ഞു 1975 ഒക്ടോബർ മാസം 24-ാം തീയതി മെഡിക്കൽ കോളേജിൽ വയലാറിൻ്റെ അന്ത്യം സംഭവിക്കുന്നു. എല്ലാവർക്കും അറിയാം അല്ലേ? ഞങ്ങൾ 5 പേരാണ് ആ മരണക്കിടയ്ക്ക് കാവലായി നിന്നിരുന്നത്. ഞാൻ എഴുതിയിട്ടുണ്ടത്, കാരണം റെക്കോർഡ് ചെയ്തു, അല്ലെങ്കിൽ വേറെ അവകാശികളുണ്ടാവും. അതുകൊണ്ടാണ് അന്ന് മലയാറ്റൂർ രാമകൃഷ്ണൻ, സാക്ഷാൽ മലയാറ്റൂർ, 2 ONV കുറുപ്പ്, 3 CV ത്രിവിക്രമൻ, 4 നമ്മുടെ ലൂർദ് പള്ളിയുടെ താഴെ താമസിക്കുന്ന ചാർലി പുത്തൂരാൻ, അഗ്രഹാരത്തിലെ കഴുത എന്ന സിനിമ ജോൺ എബ്രഹാം സംവിധാനം ചെയ്ത് MP ശ്രീനിവാസൻ അഭിനയിച്ച ആ ചിത്രം നിർമ്മിച്ച ചാർലി പുത്തൂരാൻ, പിന്നെ ഞാനും, ഞങ്ങൾ 5 പേരാണ് അന്ന് രാത്രി വയലാറിൻ്റെ ഈ അന്ത്യ യാത്രയ്ക്ക് വിട നൽകുന്ന ആ ഒരു സന്ദർഭത്തിൽ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യ. പരസ്പരം കെട്ടിപ്പിടിച്ചും കരഞ്ഞും ഞങ്ങൾ കഴിഞ്ഞ, മലയാറ്റൂർ എൻ്റെ നാട്ടുകാരനാണ്, ഞങ്ങളെല്ലാം ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട കവി മരിക്കുന്നു, അവരുടെ നല്ല സുഹൃത്ത്, അവരൊക്കെ നല്ല സുഹൃത്ത്, എൻ്റെ പ്രിയപ്പെട്ട കവി മരിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി നിന്ന 1975 ഒക്ടോബർ 24-ാം തീയതി രാത്രി, മനസ്സിലായില്ലേ? ആ കവി എന്നോട് കൂടിയുണ്ട് ഇപ്പോഴും. ആ കവിയോടുള്ള എൻ്റെ ഒരു സ്നേഹം ഞാൻ തീർത്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം, ശ്രീവത്സനറിയാം ഞാൻ വിചാരിക്കുന്നു. ശരത്തിനെ ഞാൻ പഠിപ്പിച്ചു. ശരത്ചന്ദ്രവർമ്മ എൻ്റെ കൂടെ നിന്ന് പഠിച്ചു. മാറിവാനിസി പഠിച്ചു എന്ന് മാത്രമല്ല, ശരത്ത് എന്ന് പറഞ്ഞാൽ 2-3 പേരുണ്ട് ഇങ്ങനെ നിൽക്കുന്ന, ഈ കൈയുടെ ഇടയിൽ കയറി നിൽക്കും. ഈ അമ്മമാരുടെ കൈയുടെ ഇടയിൽ കൊച്ചുമക്കൾ കയറി നിൽക്കുന്നത് പോലെ അങ്ങനെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് എനിക്ക് സാക്ഷാൽ ശരത്ചന്ദ്രവർമ്മ എന്ന് പറയുന്നത്. അങ്ങനെ ശരത്തിനെ പഠിപ്പിച്ചു. ഒരിക്കൽ സാഹിത്യ അക്കാദമി യോഗം കഴിഞ്ഞ് വരുമ്പോൾ ONV ഞാനും കൂടെ രാഘവൻ പറമ്പിൽ പോയി. വയലാറിൻ്റെ ചിത ആ സമയത്ത് ഞാൻ പോയിട്ടുണ്ട്, പിന്നീടൊക്കെ പോയിട്ടുണ്ട്. ഈ ഒരു രാത്രി ഞാൻ മറക്കില്ല. ഞങ്ങൾ പോന്നു, വയലാറിൻ്റെ വീട്ടിൽ വന്നു, വളരെ ലേറ്റായി. അപ്പോൾ ഭാരതി തമ്പുരാട്ടി പറഞ്ഞു, ഇന്ന് പോകണ്ട, ഇവിടെ കിടന്നു, നാളെ രാവിലെ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് ആ ഓർമ്മകളിൽ ലയിച്ച് കിടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മുറിക്കകത്തൊരു കട്ടിൽ കിടക്കുന്നുണ്ട്, പുറത്തൊരു സോഫായും ഉണ്ട് ഈ ഇളം തിണ്ണയിൽ. അപ്പോൾ ONV പറഞ്ഞു, നല്ല തണുപ്പൊക്കെ അല്ലേ, ഓണക്കൂർ ഒരു കാര്യം ചെയ്തു, അകത്ത് മുറിയിൽ കിടന്നോളൂ, ആ കട്ടിലിൽ കിടന്നോ, ഞാൻ ഇവിടെ പുറത്ത് ഈ സോഫയിൽ കിടന്നോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഷ് ശരിയല്ല, മാഷ്, ഞാൻ ചെറുപ്പമല്ലേ കുറച്ചുകൂടി, മാഷ് അകത്ത് കിടന്നോളൂ, ഞാൻ ഈ സോഫയിൽ കിടന്നോളാം പുറത്ത് എന്ന് പറഞ്ഞു. വേണ്ട, അത് വേണ്ട. വളരെ കരുതലോടുകൂടി എന്നെ മുറിക്കുള്ളിൽ കിടത്തി മാഷ് സോഫയിൽ കിടന്നു. പക്ഷെ പിറ്റേ ദിവസമാണ് ഞാൻ മനസ്സിലാക്കിയത്, അത് വയലാർ രാമവർമ്മ വീട്ടിൽ വരുമ്പോൾ കിടന്നിരുന്ന കട്ടിലാണ് അത് അകത്തെ മുറിയിലുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കി. എന്നുവെച്ചാൽ അവിടെ കിടക്കാനുള്ളൊരു ധൈര്യം, വയലാർ ആവസിച്ച് നിൽക്കുന്ന
ആ ഒരു കട്ടിലാണ് കിടക്കാൻ എന്നെ അനുവദിച്ച് ഭാഗ്യം തന്ന് ONV രക്ഷപ്പെട്ട് പുറത്തുപോയി സോഫയിൽ കിടന്നതെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. തമാശയായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വയലാറിൻ്റെ 2 വരികൾ ചൊല്ലണം എന്നാവശ്യപ്പെട്ടാൽ ഏതാ നമ്മൾ ആദ്യം ചൊല്ലുക? അവസാനമായിട്ടും ചൊല്ലുന്നത് സ്നേഹിക്കുകയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇത് കഴിഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോ, ഒരു പ്രഖ്യാപനമുണ്ടോ? സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പറഞ്ഞ കവി, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി, മനുഷ്യനെ സ്നേഹിച്ച, മണ്ണിനെ സ്നേഹിച്ച, കാലത്തെ പ്രബുദ്ധമാക്കിയ ചൈതന്യ സ്വരൂപനായ പ്രിയപ്പെട്ട വയലാർ രാമവർമ്മ. ആ രാമവർമ്മയുടെ സ്മരണ നിത്യം നിലനിർത്തുന്നതിന് വർഷത്തിൽ ഒരു അവാർഡ് കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒട്ടേറെ പ്രവർത്തനങ്ങൾ വയലാറിൻ്റെ സ്നേഹസ്മരണയ്ക്ക് മുന്നിൽ അർപ്പിക്കുന്ന വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട ശ്രീ രാജ്മോഹനെ, പ്രിയങ്കരനായ മണക്കാട് രാമചന്ദ്രനെ, ശ്രീ മുക്കമ്പാലമുടി രാധാകൃഷ്ണനെ, പ്രിയപ്പെട്ട ശ്രീവത്സൻ നമ്പൂതിരിയെ, എല്ലാവരെയും, ചന്ദ്രിക ചേച്ചിയെ, എല്ലാവരെയും ഈ അവസരത്തിൽ നമസ്കരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നോട് കാണിച്ച ഈ ഔദാര്യത്തിന് എനിക്ക് വളരെ നന്ദിയുണ്ട്. വയലാറിൻ്റെ ആത്മാവ് ഇത് കാണുന്നൊന്നും ഞാൻ പറയില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വയലാറിനെ കുറിച്ച് അങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ല. മനുഷ്യന് വേണ്ടി ജീവിച്ചു, ഈ മണ്ണിൽ ലയിച്ച് ചേർന്ന സവിശേഷ വ്യക്തിത്വമാണ് വയലാർ രാമവർമ്മ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മണ്ണിൽ നിന്ന് വയലാറിന് ഒരു ഉയരത്തേക്കും പോകാനായിട്ട് സാധിക്കില്ല. കാരണം അതാണ് വയലാർ രാമവർമ്മ. വാസ് എ വണ്ടർഫുൾ പേഴ്സൺ. ഹി വാസ് ആസ് എ വണ്ടർഫുൾ പേഴ്സൺ, പക്ക ഹ്യൂമൻ ബീയിങ്, ഗ്രേറ്റ് പോയറ്റ്. 47 വയസ്സിൽ കടന്നുപോയി. പക്ഷേ നമ്മുടെ മനസ്സിൽ വയലാർ രാമവർമ്മ ഒരു നിത്യ സ്മരണയാണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളത് അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ഈ സംഭാഷണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഈ പുരസ്കാര സമ്മേളനം ഇവിടെ അവസാനിക്കുമ്പോൾ ചടങ്ങിന് ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുവാനായി വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ ഏറ്റവും വലിയ ശക്തി സ്രോതസ് നമ്മുടെ സെക്രട്ടറി ശ്രീ മണക്കാട് രാമചന്ദ്രൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗാനമേള തുടങ്ങാൻ നമ്മൾ 6:30-ക്കാണ് തുടങ്ങേണ്ടിയിരുന്നത്. അത് ഇപ്പം 20 മിനിറ്റ് കൂടുതലായി. ഓണക്കൂർ സാറിനെ പോലെ, രാമേന്ദ്രൻ സാറിനെ പോലെയുള്ളവരുടെ പ്രസംഗം കേൾക്കുന്നത് തന്നെ നമുക്കൊരു ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. അവരുടെ പ്രസംഗം ഇതൊന്നുമല്ല. ഓണക്കൂർ സാറ് കുറച്ചുകൂടെ സംസാരിക്കും. സാറ് ഗാനമേളയ്ക്ക് വേണ്ടി വഴിമാറിയതാണ്. സാറ് സംസാരിച്ച 1.5 മണിക്കൂർ 2 മണിക്കൂർ സാറ് സംസാരിക്കും. രാമേന്ദ്രൻ സാറും അതുപോലെയാണ്. ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ നമുക്ക് സാധിച്ചത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അവരെപ്പോലുള്ള മഹാരഥന്മാർ നമ്മൾ തിരുവനന്തപുരത്ത് ജീവിക്കുന്നത് തന്നെ, അവരുടെ കൂടെ അപ്പം നമ്മൾ ജീവിക്കാൻ സാധിക്കുന്നത് തന്നെ നമുക്കൊരു ഭാഗ്യമാണ്. ഈ ചടങ്ങിൽ നമ്മുടെ ഈ സംഘടനയുടെ പ്രസിഡൻറ്റ്, നമ്മളുടെ എല്ലാം കരുത്തായ രാജ്മോഹൻ സാറിനെ ഞാൻ ഈ വേദിയിൽ കൃതജ്ഞതയോടെ ഓർമ്മിക്കുന്നു. അതുപോലെ അവാർഡ് ഏറ്റുവാങ്ങിയ ഓണക്കൂർ സാർ, നമ്മുടെ ആദ്യകാല പ്രസിഡൻറ്റ്, നമ്മുടെ മുൻ മേയർ ചന്ദ്രിക ചേച്ചി, ചന്ദ്രിക മേഡം, മേയർ എന്നാണ് നമ്മളിപ്പോഴും ഞാൻ വീട്ടിൽ പോയ മേയറെ എന്നേ വിളിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ സംഘടന ഈ ലെവലിൽ കൊണ്ടുവന്ന, എനിക്ക് മേയറായിരിക്കുമ്പോൾ ഞാൻ രാവിലെ 8 മണിക്ക് പോകും. ഞാൻ വിളിക്കും, ചേച്ചി നമുക്കൊന്നും സാമ്പത്തികമായിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. രാമേന്ദ്രൻ രാവിലെ 8 മണിക്കോ, അപ്പോൾ ആരും കാണില്ല, ഞാൻ ഓഫീസിൽ വരാം. ഓഫീസിൽ ചെന്നിരുന്ന മേയർ ലെറ്റർ പേഡിൽ എനിക്ക് കത്ത് തന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും പോയി പരസ്യം വാങ്ങിക്കാനും കാര്യങ്ങൾക്കും സഹായിക്കാനും ഒക്കെ. എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ചേച്ചി, എൻ്റെ ചേച്ചിയാണ്, എൻ്റെ കുടുംബത്തിലെ എൻ്റെ ചേച്ചിയാണ്. അവരുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഞാനും എപ്പോഴും ഉണ്ടായിരുന്നു, എപ്പോഴും. അതേപോലെ രാജ്മോഹൻ സാറ്,
രാജ്മോഹൻ സാറാണ് നമ്മളെ ഈ സംഘടനയുടെ കരുത്ത്. ഇപ്പം കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇതുപോലുള്ള 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയെല്ലാം സംഘടിപ്പിക്കുന്നുവെങ്കിൽ ഒരുപാട് സാമ്പത്തിക ഇതുണ്ട്. ഈ ഓഡിറ്റോറിയം തന്നെ നമുക്ക് ഡെയിലി 25,000 രൂപയാണ് ഇതിൻ്റെ എക്സ്പെൻസ്, വാടക. അതുപോയിട്ട് ഇതിൻ്റെ ഓർക്കസ്ട്ര, അത് അങ്ങനെയുള്ള പാട്ടുകാരെല്ലാം നമുക്ക് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ മണക്കാട് ഗോവൻ ഒരു 10ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞാൻ പാടാൻ വേണ്ടി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മെയിൻ സ്റ്റേജിൽ കയറ്റി പാടിപ്പിച്ച ആളാണ് ഞാൻ. മണക്കാട് ഗോവൻ, മണക്കാട് ജംഗ്ഷനിൽ. അത് അതിന് മുമ്പ് തൊട്ട് മുമ്പുള്ള ഗാനമേള MG ശ്രീകുമാറിൻ്റെ ആയിരുന്നു. 4,500 രൂപയ്ക്കാണ് അന്ന് MG ശ്രീകുമാർ നമ്മൾ ഗാനമേള നടത്തിയത് അവിടെ. അതിന് ശേഷം നമ്മളെ ജയറാം ഉൾപ്പെടെ ഉള്ളവരുടെ നമ്മളെ കലാഭവൻ്റെ ഗാനമേള, അന്ന് ജയറാമെല്ലാം അതിലുള്ള സമയമാണ്, അതും 4,000 രൂപയായിരുന്നു. അതേ പൈസയാണ് അന്ന് ഗോവനും നമ്മൾ കൊടുത്ത ആ ഗാനമേള അവിടെ നടത്തിയത്. എൻ്റെ കൊച്ചനുജനാണ് മണക്കാട് ഗോവൻ. അതിൽ രവിശങ്കർ ഇന്നലെ ഗാനമേള നടത്തിയപ്പോൾ നമ്മളിന്ന് ഒരു പൈസ അവർ വാങ്ങിക്കാറില്ല. അപ്പം നമുക്ക് ഇത്രാം തീയതി ഗാനമേള എന്ന് പറഞ്ഞാൽ അവരെല്ലാം ലക്ഷങ്ങൾക്ക് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. രവിശങ്കർ, മണക്കാട് ഗോവനും, പന്തളം ബാലനും, അഖിലയും എല്ലാവരും. അതേപോലെ ആരതി ഒരു 12 വയസ്സ് തൊട്ട് എൻ്റെ കൂടെ നമ്മളെ സംഘടനയിൽ വന്നതാണ്. ഇപ്പോൾ അവൾ ആദ്യം പാട്ടുകാരിയായിട്ടാണ് അവൾ വന്നത്. ഇപ്പോൾ ലെക്ചറാണ്, അവൾ കോളേജിൽ ലെക്ചറാണ്. അവൾ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. ഈ സമയത്ത് അവൾ കോളേജിൽ നിന്ന് 5:30 മണിക്ക് അവിടെ നിന്ന് നേരെ ഇവിടെ വന്നതാണ് ഈ പരിപാടി. എനിക്ക് ചേട്ടാ 2:30 മണിക്ക് എനിക്കിത് ഇതുണ്ട്, എങ്കിലും ഞാൻ വരും എന്ന് പറഞ്ഞ് അവൾ ഓടി ഇവിടെ വന്നതാണ്. അപ്പം നമുക്ക് അവൾ മറക്കാം. എല്ലാവരും ആ കാലത്തുള്ള ആൾക്കാരെല്ലാം നമ്മളോട് ഇപ്പോഴും സഹകരിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ, സമയമായി. ഈ യോഗത്തിൽ പങ്കെടുത്ത അധ്യക്ഷനടക്കം എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഗാനമേളയ്ക്കായി വഴിമാറുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.